യോഹന്നാനോടാ പറഞ്ഞ് കയറി വരാൻ. ഞാൻ എപ്പോഴും പറയും അതിനൊരു കാരണം, യോഹന്നാൻ യേശുവിനെ നല്ലതുപോലെ സ്നേഹിച്ചയാളാണ്. മറ്റുള്ളവരെ യേശുവിനെ സ്നേഹിച്ചില്ലെന്നല്ല, യോഹന്നാൻ നല്ലതുപോലെ സ്നേഹിച്ചു. തന്റെ എഴുത്തിലൊക്കെ കൂടെ എഴുതുകയും പരാമർശിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പദമുണ്ട്, യേശു സ്നേഹിച്ച ശിഷ്യൻ. അങ്ങനെ കൊടുത്തേക്കുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും മറ്റുള്ളവരെ ആര് യേശു സ്നേഹിച്ചില്ലേ? സ്നേഹിച്ചു. പക്ഷേ യോഹന്നാന് തോന്നുക എല്ലാരെക്കാളും കൂടുതൽ എന്നെയാ യേശു സ്നേഹിച്ചെന്ന്. ഇവിടെ ഇരിക്കുന്ന എന്റെ സഹപാഠന്മാർക്കെല്ലാം അത് തോന്നണം. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഉപദേശിമാരെക്കാളെല്ലാം കൂടുതൽ എന്റെ യേശു എന്നെ സ്നേഹിച്ചു. സദസ്സിലിരിക്കുന്ന നിങ്ങൾക്കും ആ ചിന്തയായിരിക്കണം. ഇവിടെ കൂടി വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരെക്കാൾ ഉപരി എന്റെ യേശു എന്നെ സ്നേഹിച്ചു. യോഹന്നാൻ അങ്ങനെയൊക്കെ തോന്നുക. അതാ താൻ സ്നേഹിച്ച ശിഷ്യൻ. പേരൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിച്ച ശിഷ്യൻ. അത് സ്നേഹിച്ചതിന് തെളിവുണ്ട്. നമ്മൾ ഈ സ്നേഹിച്ചു അങ്ങനെയൊക്കെ പറയും. ഏതോ ഒരു പാട്ടുണ്ട്, സിനിമാ പാട്ടാണോ, സ്നേഹിച്ചെന്നല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നതാണ് അങ്ങനെ. നിങ്ങൾ എല്ലാവരും ആത്മീയരായതുകൊണ്ട് മാൻകിടാവേ അങ്ങനെ അങ്ങോട്ടൊരു ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും കേട്ടുമില്ലല്ലോ. ഞാൻ നിന്നെ പാടി നടന്നതൊക്കെ ഇപ്പൊ മമ്മി ഇരിക്കുന്നേ. സ്റ്റാൻഡിൽ നിന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതൊക്കെ പറഞ്ഞ് ബസ്സിന് മറഞ്ഞു നിന്ന് പാടി. ഇപ്പൊ പിന്നെ പെന്തിക്കോസിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മാൻകിടാവ് വേറെ ആടെ കൂടെ. അപ്പൊ യോഹന്നാനെ തോന്നുക എന്റെ യേശു എന്നെ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്. യോഹന്നാൻ യേശുവിനെ അവണ്ണം തന്നെ സ്നേഹിച്ചു. അതിനൊരു തെളിവ് നിങ്ങൾക്കറിയാം. കഷ്ടാനുഭവങ്ങളിൽ കൂടി നമ്മുടെ കർത്താവ് കടന്നു പോയ മുൾക്കിരീടധാരിയായി, മുഖത്ത് രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, കന്നത്ത് അടിയേറ്റ് കാർച്ചിച്ചുള്ള തുപ്പലുമൊക്കെ ഏറ്റ് മുതക് ഉടവുചാല് പോലെ നീളത്ത് കീറപ്പെട്ടവനായി, ആ മരക്കഷണം എടുത്തുകൊണ്ട് വേച്ചും മറച്ചുമൊക്കെ സ്തോത്രം ഗോൽഗോഥായിലേക്ക് പോകുകയാ. ഒടുവിൽ അവിടുത്തെ ക്രൂശിച്ചു, ഇരുമ്പാണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുകയാ. പ്രവചന ശബ്ദത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഇടയനെ വെട്ടും ആടുകള് ചിതറും. അതങ്ങനെ സംഭവിച്ചു, എല്ലാവരും ചിതറി. പക്ഷേ ആ കഷ്ടാനുഭവങ്ങളുടെയും തീച്ചൂടയുടെ നടുവിൽ സ്തോത്രം ക്രൂശിന്റെ ചുവട്ട് നിന്നത് യോഹന്നാനാ. ബാക്കി എല്ലാവരും മാറി. കുറ്റമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെല്ലാം നമ്മുടെ തടി തപ്പി നിൽക്കുന്നവരാ, ഇല്ലേ? മിണ്ടുന്നില്ല. എല്ലാവരും നമ്മുടെ തടി തപ്പുന്നവരാ. ചിലര് അടി ഉണ്ടാക്കാനുള്ള പൂളെല്ലാം വെച്ച് ജോയിക്കുട്ടി നിന്നാ മതി, ഞങ്ങളെല്ലാം പുറകിൽ സമയാകുമ്പോ ഇവൻ മുങ്ങും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? അതേ ഉള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്. എല്ലാവർക്കും സ്വന്തം കാര്യമാണ് തടിതപ്പും അവസാനം. എന്നാൽ യോഹന്നാൻ തടിതപ്പിയില്ല. ആ ക്രൂശിന്റെ ചുവട്ടിലും യോഹന്നാൻ ഉണ്ടായിരുന്നു. യേശു ഇങ്ങനെ പരതി നോക്കിയപ്പോൾ യോഹന്നാൻ നിൽപ്പുണ്ട്. അമ്മയെ നിൽപ്പുണ്ട്. യോഹന്നാന്റെ അമ്മ ശലോമ, യേശുക്രിസ്തുവിന്റെ അമ്മ മറിയം, സഹോദരിമാരാ. ചാർച്ചയിൽപ്പെട്ടതാണ് എലീസബത്തും. ഇവരെല്ലാം ബന്ധമാണ്. അപ്പൊ യേശു ക്രൂശിൽ കിടന്ന് യോഹന്നാനെ കണ്ടു. ചുവട്ടിലുണ്ട്, അമ്മയെ കണ്ടു. അപ്പം കർത്താവിനും ബോധ്യപ്പെട്ടു അമ്മയ്ക്കൊരു സംരക്ഷണം കൊടുക്കണം. അത് യോഹന്നാനെ ഏൽപ്പിച്ചു. അമ്മയെ നോക്കണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറയുന്നത്, യേശുവിന് മനസ്സിലായി ഇവൻ തള്ള ഇട്ടേച്ച് പോകത്തില്ല. ആ ശിഷ്യൻ അന്ന് മുതൽ അവളെ, വേറെ പഠിതാക്കൾ പറയുന്നത് കപർന്നഹൂമിൽ യോഹന്നാൻ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ യേശുവിന്റെ അമ്മയുടെ മരണം വരെ താമസിപ്പിച്ചെന്ന. അമ്മയെ സംരക്ഷിച്ചു. നമ്മുടെ ഇടയിൽ ചിലര് അപ്പനെ അമ്മയെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്നത് സ്നേഹം ഉണ്ടായിട്ടല്ല, ആധാരവും വസ്തുവും എല്ലാം അടിച്ചു മാറ്റാനാ. എല്ലാരും അല്ലെങ്കിലും മിക്കവരും. അപ്പൊ
അപ്പച്ചനെ അമ്മച്ചെ ഞങ്ങൾ നോക്കിക്കോളാം. എല്ലാരുമല്ല, മിക്കവരും വസ്തുവും വീടും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതൊന്നുമില്ലാത്ത എത്രയോ പേര് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു. ഒത്തിരി പേരുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സ്വത്തും പണവും ഉള്ളവരെക്കാൾ ഉപരി ഇത് അധികമില്ലാത്തവരാ മാതാപിതാക്കളെ വീട്ടിൽ ശുശ്രൂഷിക്കുന്നത്. എനിക്കങ്ങ് തോന്നുക. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ധനാഢ്യരായ ഒരു വീട്ടിലെ അമ്മ മരിച്ചു. ദൃക്സാക്ഷി ഞാനാ. അടക്കം കഴിഞ്ഞപ്പോ പൂരാ ബഹളമാ. പെട്ടിക്ക് പൈസ ഞാനാ കൊടുത്തത്, പന്തലിന്റെ ഞാനാ, വീഡിയോക്കാർക്ക് ഞാനാ. ഇതെല്ലാം ഉള്ളവന്മാരുവാ, ലക്ഷക്കണക്കിനുണ്ട്. ഒരാളെ പറ്റി പിന്നീട് അറിഞ്ഞത് കോടിക്കണക്കിന് ബാങ്കിലുണ്ടെന്ന്. അവനും പെട്ടിക്ക് കണക്ക് പറയുക. അതെ, എല്ലാവരും അങ്ങനെ ആണെന്നല്ല, പക്ഷേ മറുവശവും പറയാ. ചില സാധുക്കളായ ആൾക്കാരെ എനിക്കറിയാം, ഒരു പരിഭവമില്ല, ഒരു കണക്കുമില്ല. അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് ആ ശുശ്രൂഷകളൊക്കെ ചെയ്തവരുണ്ട്. ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് സംരക്ഷിച്ച് മാതാപിതാക്കളുടെ അടക്കത്തിന് കണക്ക് പറയുന്ന മക്കള് അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നവരല്ല. നമ്മുടെ കടമയല്ലേ? അതെ, ഞങ്ങളുടെ അവിടെ ഈ ഓശാരം എന്നൊക്കെ പറയും. ഇവിടെ എന്തുവാ പറയുന്നേ? അങ്ങനെ തന്നെ കണക്കൊക്കെ ഇരുന്ന് എഴുതും. ഒരു വീട്ടില് അമ്മ മരിച്ചപ്പം അങ്ങനെ കണക്കെഴുതി ഒത്തിരി പേര് കൊണ്ട് കൊടുത്തു. ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ ചെലവെല്ലാം കഴിഞ്ഞപ്പം വീണ്ടും ബാക്കി പൈസ വന്നു. അതിന് ഭയങ്കര അടിയുണ്ടായി, ഭയങ്കര ബഹളം. എന്നാ നിങ്ങളെല്ലാം ഉരുള് പൊട്ടിയ പോലെ ഇരിക്കുന്നത്, സ്തംഭിച്ച്. ആ ടൈപ്പ് ചിലപ്പോ ഇതിനകത്തും കാണും. അതാണ് നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പൊ യോഹന്നാനെ യേശു ഫലമേൽപ്പിച്ചു. അമ്മയെ നോക്കണമെന്ന് ഞാനിങ്ങനെ പറയുന്നത്, ക്രൂശിന്റെ ചുവട്ട് നിൽക്കുക. കർത്താവിന് മനസ്സിലായി എന്നെ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്, ചതിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഇട്ടേ ചോടുകയല്ല. അതുകൊണ്ടാ അമ്മയെ ഫലമേൽപ്പിച്ചു. ആ യോഹന്നാനാൽ എഴുതപ്പെട്ട പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം 22 അധ്യായങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും, ഇവിടെ അതിനെ പറ്റിയൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ഉണ്ട്. ആത്മീക ലോകത്ത് ഈ വിഷയം നന്നായിട്ട് അപഗ്രഥിച്ച് നല്ലതുപോലെ പഠിപ്പിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. വെളിപ്പാടും ദാനിയേലും ചേർത്ത്, ശാസ്ത്രവും വെളിപ്പാട് കൂടെ ചേർത്ത്, ലോക സംഭവങ്ങളും വെളിപ്പാട് പുസ്തകവും കൂടെ ചേർത്ത് അതൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ച് പഠിപ്പിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. ദൈവം അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. എനിക്ക് അങ്ങനൊന്നും അറിയത്തില്ല, തന്നെയല്ല ഞാൻ പറഞ്ഞാൽ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആ നിലയിലൊന്നും അല്ല പറയുന്നത്. എപ്പോഴും ഞാൻ പറയുമ്പോൾ വയ്യാത്ത പട്ടി എന്തിനാ കയ്യാലെ കയറുന്നേ. അപ്പൊ എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ചില ചിന്തകൾ ഇന്ന് രാത്രി പറയുവാനാ ഞാൻ കർത്താവ് ശരണപ്പെടുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയൊന്നും ആയിരിക്കുകയല്ല. അപ്പം അത് അങ്ങ് ക്ഷമിക്കണം. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായം 17 നമ്മൾ വായിച്ചത്. ഞാൻ എപ്പോഴും പറയും, എന്താ ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം? പലർക്കും പല അഭിപ്രായമാണ്. ചിലർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മഹോദരവുമാണ്. 7 വർഷം, ഒരു കാലം, ഇരുകാലം, അരക്കാലം പപ്പാതിയാക്കിയിട്ടുണ്ട്. കാലവും കാലങ്ങളും കാലാംശവും 3 ആയിട്ട്. അപ്പൊ ചിലരുടെ വാദം വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 7 വർഷത്തെ മഹാവീടയാണ്, മഹോദരവം. അതൊരു വിഷയമാണ്, പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സഭയെടുക്കപ്പെടുന്നതാണ്. അത് 4-ലാണോ 5-ലാണോ 6-ലാണോ? ചെല്ലു പറയുന്നത് പ്രശ്നം തുടങ്ങുന്നതിന് മുന്നേ സഭ എടുക്കപ്പെടും. അപ്പൊ ചെല്ലു പറഞ്ഞ അങ്ങനല്ല, പ്രശ്നത്തിന്റെ പകുതിക്കാ സഭ പോകുന്നത്. ചെല്ലു പറഞ്ഞ പ്രശ്നങ്ങളെ ഇല്ലല്ലോ എന്നാ നമ്മളുണ്ടാക്കുന്ന പ്രശ്നോ. ചെല്ലു പറയുന്ന സകല വൈതരണി മാറിക്കഴിയുമ്പോഴാ സഭ ആര് കാണാനാ? അപ്പൊ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ പറയുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനപ്പെട്ട
വിഷയം സഭ എടുക്കപ്പെടുന്നതാണ് പറയുന്നത്. അത് വിഷയമാ, പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ 11-ാം അധ്യായത്തിൽ 2 സാക്ഷികളാണെന്ന്. 2 സാക്ഷി, അത് ഏലിയാവും ഹാനോക്കുമാന്ന് പറയുന്നു, മോശയും ഏലിയാവുമാന്ന് പറയുന്നു. ഒരിക്കൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഒരു അച്ചായൻ കയറി ഉടക്കി. ഞാൻ പറഞ്ഞു ഹാനോക്കൊന്നും അല്ല എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോയി. പുള്ളി എഴുതുമ്പോ പിന്നെ ഹാനോക്കല്ലേ പിന്നെ താനാന്ന് തോന്നുന്നു എന്നോട് ചോദിക്കുക. യോ പുള്ളി അങ്ങ് ചൂടാകുക, ഹാനോക്കല്ലേ പിന്നെ താനാന്നോടോ. ഞാൻ ഒരു പരുവത്തിന് പറഞ്ഞു, അച്ഛാ ഞാനുമല്ല ഹാനോക്കുമല്ല അച്ചായനുമല്ലെന്ന് പറഞ്ഞു. ഒരു പരുവത്തിന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പുള്ളി എന്ന് പറഞ്ഞ് കാണാന്ന്. അങ്ങനെയൊക്കെ ഉപദേശം തെളിയിക്കുന്ന ആൾക്കാരുണ്ട്. പുറകിലോട്ട് കൊണ്ടുപോയി പത്തനാപുര സൈഡിലും കണ്ട ഉപദേശം പ്രസംഗിച്ചും പറഞ്ഞ ഭാഷ അത് അങ്ങനല്ലല്ലോ ഉപദേശം. ശരിയായ ഉപദേശം കാണിക്കാം. സ്റ്റേജിനെ കൊണ്ട് കൊടുത്തു, പറഞ്ഞു ഇത്ര തെളിയിച്ചാൽ മതി. പുള്ളി പറഞ്ഞു മതി, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണോ ഉപദേശം തെളിയിക്കുന്നത്? അപ്പൊ ഞാനും പേടിച്ചു പോയി, അതുള്ളത് കൊണ്ട്. അപ്പൊ ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ 2 സാക്ഷികളാണെന്നാ ചെല്ല് പറയുന്നത്. അതാ ആര് വല്ലതും ആകട്ടെ, അത് വിഷയമാ, പക്ഷെ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാരെ പഠിപ്പിക്കുന്നത് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂര്യധാരണിയായ സ്ത്രീയാണ്. അത് പ്രത്യേക വിഭാഗക്കാർ നന്നായിട്ടത് അവതരിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അമ്മേ 12-1 വായിച്ചമ്മേ. നിങ്ങൾ 2 തന്നെ എടുക്കുക. 12-1 പെട്ടെന്ന്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ഞാൻ പറയാനുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായിട്ട് 4 പെണ്ണുങ്ങളാണ്. ഒന്ന് 2-ാം അധ്യായത്തിലെ അമ്മാമ, അത് ഉപദേശമാർക്ക് ബൈബിൾ ക്ലാസ് എടുക്കുന്ന അമ്മാമയാണ്. ഏതാ? ഇസബേൽ. പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുന്ന അമ്മാമ്മമാരുണ്ട്. സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ പാസ്റ്റർമാരല്ല അമ്മാമ നിന്ന് കസറുക, ഒരിക്കൽ കൂടെ തള്ള നിന്ന് കസറുക. മിണ്ടുന്നില്ലാരും. അതൊക്കെ ലേഡീസ് മീറ്റിങ്ങിന് നന്നായിട്ട് പറഞ്ഞോണം. സീനിയറായ ദൈവദാസന്മാരും പ്രായമുള്ളവരും കർത്തൃദാസന്മാരിക്കും അവരെ കൈപൊക്കിച്ചോട്ടെ, സ്തുതിച്ച മര്യാദക്ക് ഇരുന്നോണം. പെണ്ണുങ്ങളുടെ യോഗത്തിന് തകർക്കുക, അടിച്ചു മിന്നിക്കോണം. ദൈവദാസന്മാരിരിക്കുമ്പോൾ അവരെ നാടൻ ഭാഷ പറഞ്ഞാൽ മെക്കിട്ട് കയറരുത്. പൗലോസ് പറഞ്ഞിരിക്കുന്ന ഉപദേശിപ്പാൻ ഞാൻ അനുവദിക്കുന്നില്ലെന്നാ. അങ്ങനെ തന്നെ എഴുതിയത്. അങ്ങനല്ലേ? ഞാൻ റെഫറൻസ് മറന്നു, നിങ്ങളൊന്ന് വായിച്ച് സഹായിച്ച്. ഞാൻ പെണ്ണുങ്ങളെല്ലാം കേൾക്കട്ടെ. അമ്മയെ വായിക്കുന്നേ, അത് നിങ്ങൾ എന്നെ നോക്കിയിരിക്കുക. ഉപദേശിപ്പാൻ ഞാൻ അനുവദിക്കുന്നില്ല, അങ്ങനെ തന്നെ എഴുതിയേക്കുന്നേ. എത്രാം വാക്യമാണ്? 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 34-35 വാക്യങ്ങൾ. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടു വന്നത് അല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത്? തിമത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. തിമോത്തയോസിന്റെ 2-ാം ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെടുത്ത് വായിച്ചേ. സ്ത്രീ മൗനമായിരുന്ന് അവര് രണ്ടുപേരും ഈ വാക്യം മൗനമായിട്ടിരിക്കുക. അമ്മ വാക്യമൊക്കെ വായിച്ചോ, ഉപദേശിക്കരുതെന്നുള്ളത് തെളിയിക്കാൻ നിങ്ങൾ വായിച്ചു. വാക്യം വായിച്ചപ്പോഴേ നിങ്ങൾ രണ്ടും പേടിച്ചു പോയി. നിങ്ങൾ വായിക്കമ്മേ. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. അടുത്തത് മൗനമായിരിപ്പിൻ, 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 മൗനമായിരിപ്പാൻ അല്ലാതെ
ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രസംഗിക്കാം, ശുശ്രൂഷിക്കാം, പാട്ട് പാടാം, പരസ്യമൊക്കെ നടത്തിക്കൂ. പക്ഷേ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഇരിക്കുമ്പോൾ അവരെ ഉപദേശിപ്പാനും കർത്തൃത്വം ഒന്നും നടത്താൻ അനുവദിക്കുന്നില്ല. എന്നാ നിങ്ങൾക്കൊരു അരുതാഴിയ പോലെ ആകെ ഒരു സ്തോത്രം പറയുകയും പാടുകയും ചെയ്യുന്നത് ആ സഹോദരിമാർ, ആ വഴി ഞാനങ്ങ് അടച്ചു. നിങ്ങൾ പാടരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ ഒന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്തൃത്വവും ഒന്നും നടത്തരുത്, ഉപദേശിപ്പാനും അനുവദിക്കുന്നില്ല. ദൈവദാസന്മാരെ അഭിഷിക്തന്മാരൊക്കെ ഉപദേശിപ്പാൻ സീനിയറായ കർത്തൃദാസന്മാരുണ്ട്, അവര് ക്ലാസ് എടുത്തോളൂ. അമ്മാമ്മയുടെ ക്ലാസ് ഒന്നും വേണ്ടുന്നില്ല. എന്നാ ചെയ്യാനാ? ഈ വേറെ ദിവസം പറഞ്ഞതൊന്നും ആർക്കും ഇഷ്ടമല്ല. രണ്ടാമത്തെ ആയത്തിൽ സ്ത്രീ ഉപദേശിക്കുന്ന 20-ാം വാക്യം വായിച്ചേ, 2:20 വെളിപ്പാട്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. അങ്ങനെ അനുവദിക്കരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് അനുവദിക്കരുത്. നിങ്ങളും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. നിങ്ങൾക്ക് ശുശ്രൂഷിക്കാം, പ്രസംഗിക്കാം, ദൂത് പറയാം, പാടാം, പ്രാർത്ഥിക്കാം, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവിടുത്തെ ദാസന്മാരെ ഉപദേശിക്കാനും ക്ലാസ് എടുക്കാനും കർത്തൃത്വം നടത്താനും ഒന്നും അനുവദിക്കുന്നതല്ല. ദൈവദാസന്മാരെ ഉപദേശിപ്പാനും കർത്തൃത്വം നടത്താൻ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനൊക്കെ സീനിയറായ പരിജ്ഞാനമുള്ള പക്വതയുള്ള പ്രായമുള്ള ദൈവദാസന്മാരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അവരത് ചെയ്യട്ടെ. അന്തരീക്ഷം എല്ലാം പോയെന്ന് എനിക്കറിയാം. പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ട് 4 സ്ത്രീകളാ. ഒന്ന് ഈ 2-ാം അധ്യായത്തിൽ പറഞ്ഞ സ്ത്രീ. അടുത്ത സ്ത്രീയാണ് 12-ാം അധ്യായത്തിൽ. ഒന്നുകൂടെ വായിച്ചേമേ, 12:1. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ അവിടെ കാൽ കീഴ് ചന്ദ്രനും സൂര്യനെ അണിഞ്ഞവൾ പാദത്തിൻ ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ 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 സൂര്യനെ അണിഞ്ഞവൾ പാദത്തിൻ ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ. ശ്രദ്ധിക്കുക, 12 മോനെ മൈക്ക് ഓപ്പറിൽ നിന്നിട്ട് ഞാൻ പാടുമ്പം എൻ്റെ സ്വരം നല്ലതല്ല, ട്യൂണ് ഒന്നും നല്ലതല്ല, എന്നാലും മേളിൽ നിൽക്കണം. എന്നിട്ട് ഞാൻ ഇവർക്ക് വായിക്കാൻ അവസരം കൊടുക്കും. എനിക്ക് കണക്കും തൊപ്പിയൊന്നും അറിയാൻ പറ്റില്ല. ജയ്സൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത്. അത് ഞങ്ങൾ തമ്മിലൊരു ധാരണയുണ്ട്. അപ്പോൾ ഇവർക്ക് വായിക്കാൻ കൊടുക്കുമ്പം ആ വായനയുടെ സമയത്തെ ശബ്ദം അതിൻ്റെ ഹാർമോണിയത്തിൻ്റെ ഇതിൻ്റെ മേളിൽ നിൽക്കണം. ഞാൻ പാട്ട് പാടുമ്പം അതൊരല്പ താത്തേച്ച് ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഒരു പാട്ട് കേട്ടു. പാട്ട് കേൾക്കാൻ മേല, ഇതിൻ്റെ എല്ലാം ശബ്ദമാണ്. ഞാൻ കേട്ടു, പാട്ടൊന്നും കേൾക്കാൻ മേല. എന്തോ സുവിശേഷത്തിൻ്റെ ഒരു പാട്ടാണ്. സുവിശേഷ
വയലെന്നങ്ങാണ്ട് പറഞ്ഞൊരു പാട്ട്. ഏത് പാട്ടായിരുന്നു? ഇടയ്ക്ക് വയലെന്ന് മാത്രം കേൾക്കുന്നുണ്ട്, ബാക്കി ഒന്നും തിരിയുന്നില്ല. ഇതിൻ്റെ എല്ലാം ശബ്ദമാണ് ഇങ്ങനെ ചെലമ്പിച്ച് നിൽക്കുന്നത്. ഇതെല്ലാം ആവശ്യമാണ്, പക്ഷെ പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ വരിയും ശബ്ദവും ഒക്കെ കേൾക്കണം. കാരണം ഇതിനകത്ത് വല്ല ഉപദേശപ്പശകുണ്ടോ കുഴച്ചിലുണ്ടോ എന്നും കൂടെ അറിയണം. അപ്പം അതാ അതിൻ്റെ തന്നെയല്ല പുസ്തകത്തിലെ പ്രമാണം അങ്ങനെ. സംഗീതക്കാരും മുമ്പിലും വീണക്കാരല്ല പിമ്പിലുമാണ്. വീണ വേണം, സ്വർഗത്തിൽ ചെല്ലുമ്പോഴും വീണയുണ്ട്. ജെയ്സനൊക്കെ കോളാം. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളത് ശ്രദ്ധിക്കണം. പിണക്കമൊന്നും ഉണ്ടായിട്ടല്ല, ശ്രദ്ധിക്കണേ. അപ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഇസബേൽ എന്ന സ്ത്രീയെ, 12-ാം അധ്യായത്തിൽ സൂര്യധാരണിയായ വേറൊരു സ്ത്രീയെ, ഇനി 17-ൽ ഒരു തള്ള ഇരിപ്പുണ്ട്. വായിച്ചേ 17-ന്റെ 1 മുതല്. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. 3-ാം വാക്യം മുതൽ വായിച്ചോ അമ്മേ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ, ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുമപ്പുള്ള ഒരു മൃഗത്തിന്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വേറൊരു ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാൻ പരുവക്കേടാന്ന്. ഇരിക്കേണ്ടത് പോലെ അല്ല തള്ള ഇരിക്കുന്നത്, ഇരിക്കേണ്ടടുത്തും അല്ല ഇരിക്കുന്നത്. വേറെ എങ്ങും ഇരിക്കാൻ നേരം കിട്ടില്ല. തള്ള മൃഗത്തിന്റെ അങ്ങനെയൊക്കെ ഉണ്ട്, ചിലതുണ്ട്. ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാം. അപ്പോൾ അത് മൃഗത്തിന്റെ നിറവും ചുമപ്പ, ഈ സ്ത്രീയുടെ വസ്ത്രവും കടും ചുമപ്പ. അടുത്ത വാക്യം വായിച്ചോ അമ്മേ. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ ഒരു സ്ത്രീയാ ഇരിക്കുന്ന. മൃഗത്തിന്റെ നിറം ചുമപ്പ. തള്ളയുടെ തുണി മിണ്ടുന്നില്ല. കൺവെൻഷനും ഇടക്കൂട്ടം ഒന്നും വലിയ കുഴപ്പമില്ല. എന്നാലും സഭായോഗത്തിന് വരുമ്പോൾ കടും ചുമപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ ഈ തള്ളയുടെ അനിയത്തിയാ നീ. പാറത്തോട് സെന്ററിന്റെ സഭായോഗം ദൈവം അനുവദിച്ചാൽ ഞായറാഴ്ച ഇവിടെ വെച്ചാണോ? സഭായോഗത്തിന് നീ വരുമ്പം കടും ചുമപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ 17-ലെ തള്ളയുടെ അനിയത്തിയാണ്. മിണ്ടുന്നില്ല. മൃഗത്തിന്റെ പുറത്ത് മൃഗത്തിന്റെ നിറം ചുമപ്പ, ഇവരുടെ വസ്ത്രത്തിന്റെ നിറവും. എന്നാൽ ഈ സ്ത്രീ ആരാന്ന് ഒറ്റവാക്കി പറയാം, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. എതിർ ക്രിസ്തുവിന്റെ ആ മണവാട്ടിയുടെ പ്രകൃതി കണ്ടോ? മുത്ത്, രത്നങ്ങള്, സ്തോത്രം, കടുചുവപ്പ് നിറമുള്ള വസ്ത്രം, ചുമന്ന നിറമുള്ള മൃഗത്തിന്റെ പുറത്ത്, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. എന്നാൽ തെളിയിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയുണ്ട്. അത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച്, ഇനി ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ വെള്ള കുതിരപ്പുറത്ത് വരുന്ന ഒരു കാഴ്ച കൊണ്ട് 19-ന്റെ 11 വായിച്ചേമേ. 19-ന്റെ 11, 19, 11 1-ന്റെ 7 ഒക്കെ ചേർത്ത് വായിക്കേണ്ടതാ. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യവും ഒക്കെ വായിക്കണം. ഇപ്പൊ 19, 11 വായിക്കുക നേരമില്ലാത്തതുകൊണ്ട്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, അവന്റെ കണ്ണ് അഗ്നിജ്വാലക്കൊത്തത്, തലയിൽ അനേകം രാജമുടികൾ. ഇതാരാണെന്ന് തെളിയുന്നുണ്ട്. അടുത്തത്, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അടുത്തത്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അടുത്തത്, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. പിന്നെ അവന് ദൈവവചനം എന്ന് പേര്. ഇപ്പൊ തർക്കമില്ല, ഇത് നസറേയനാകുന്ന യേശു ക്രിസ്തു. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ, വചനം ദൈവമാ. അവന് ദൈവവചനം എന്ന് പേര്. വെള്ള കുതിരപ്പുറത്ത് അവിടെ നിന്ന് എഴുന്നള്ളി വരിക. അടുത്ത വാക്യം,
സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി. ഇത് വിവാദമൊക്കെ ആണെങ്കിലും പറയാ, ഇത് ദൂതന്മാരൊന്നുമല്ല, സ്തോത്രം, വിശുദ്ധന്മാര് തന്നെ, ദൂതന്മാരല്ല, ഇത് വിശുദ്ധന്മാരാ. സഭയെടുക്കപ്പെടും, സ്വർഗത്തിൽ ചെല്ലും, ന്യായവിധി കഴിയും, പ്രതിഫലം കൊടുക്കും, കല്യാണ വസ്ത്രമൊക്കെ തരും, കുഞ്ഞാടിന്റെ അലങ്കാര ഭാഷയ കല്യാണം കഴിക്കും, തിരിച്ചുള്ള വരവായത്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചുള്ള വരവാ. ആ വരവ് അല്ല, ഇതാ 1-ാം അധ്യായം 7-ാം വാക്യം ഇത് തന്നെ. 1-7 വായിച്ചാമേ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ അവൻ നല്ല ചുണയോടൊക്കെ ഒന്ന് വായിച്ചത്, പുള്ളി വരുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. മേഘാരൂഢനായി വരുന്നു പറഞ്ഞാൽ മേഘത്തെ ഉടുത്തോണ്ട് വരുന്നെന്നൊക്കെ ഞാൻ പറയുന്നത്. പക്ഷേ മേഘത്തെ ഉടുക്കുകയല്ല, ഈ വെള്ളക്കുതിരപ്പുറത്ത് വെള്ളവസ്ത്രം ധരിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് വിശുദ്ധന്മാരെല്ലാം കൂടെ കർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തോന്നുക മേഘം ഉടുത്തോണ്ട് വരുന്നെന്ന്. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ തന്റെ രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങി. തന്റെ രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരുങ്ങി. അപ്പോൾ 19:11 ആമൻ സ്തോത്രം, കുഞ്ഞാടിന്റെ കാന്ത, ആമൻ ആമൻ മണവാട്ടി ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രമൊക്കെ ധരിച്ച് വെള്ളയാ, വെള്ള വെള്ള. വേറെ പുസ്തകം മൊത്തം പഠിച്ച വെള്ളക്കല്ലയോ പ്രാധാന്യം. അതെ, വെളിപ്പാട് പുസ്തകം മുഴുവൻ അതാ. വെള്ള ധരിച്ചു, വെള്ള ഉടുപ്പ്, വെള്ളക്കല്ല്, വെള്ള തലമുടി, ചുട്ടുപടിപ്പിച്ചു, വെള്ളോടിന് സാദൃശ്യമുള്ള വാദം. അവിടുന്ന് പ്രാർത്ഥിച്ചുമ്പോഴും ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിവില്ലാത്തതുപോലെ വസ്ത്രം. സ്തോത്രം. അങ്ങോട്ട് പോയപ്പോഴും മേഘം വന്ന് മൂടി മറിച്ചപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ, എല്ലാം വെള്ളയാ. യാഗപീഠത്തിന്റെ കീഴിൽ കുറെ പേര്, അയ്യോ ഇതുങ്ങളല്ലേ എവിടുന്ന്, അത് വെള്ള നിലയെങ്കിൽ ധരിച്ച് കൈ കുരുത്തോലെ, അതും വെള്ള, മുഴുവൻ വെള്ളയാ. ആരോട് പറയാൻ? അതുകൊണ്ട് കുറഞ്ഞ പക്ഷം സഭായത്തിന് വരുമ്പോഴെങ്കിലും 17 അമ്മാമ്മ വരുന്നത് പോലെ അങ്ങനെയൊക്കെ വരുമ്പോൾ 17 വരുന്നെന്ന് പറയണം. ഇപ്പൊ ചെല്ലു പറയാം വസ്ത്രത്തിലൊന്നും ഇല്ലെന്ന്. വസ്ത്രത്തിലില്ലെങ്കിൽ പിന്നെ വെള്ളയെന്ന് എടുത്ത് പറയണോ? തുണി കൊടുത്ത 2 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ പോരെ? തുണി കൊടുത്ത 2 പുരുഷന്മാർ, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ മതി. വസ്ത്രത്തിൽ കളറിൽ വലിയ കഥയില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. തുണി കൊടുത്ത 2 എണ്ണം. അങ്ങനല്ലോ, വെള്ള വസ്ത്രം ധരിച്ച ഇതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. എന്നൊക്കെ വല്ല ബോധമുണ്ടോ? യാഗപീഠത്തിന്റെ കീഴിൽ നിൽക്കുക, തുണി കൊടുത്ത 1000 പേര്, കോടി. അങ്ങനല്ല, വെള്ള വസ്ത്രം, വെള്ള നിലയെങ്കിൽ. ഞാട്ടിന്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കുഞ്ഞാടിന്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച. എന്നിട്ട് ഇടയ്ക്കൊരു വരി ചേർത്ത് പാടുക, ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ശുദ്ധ ോടും ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ശുദ്ധ ോടും. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 17 എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാ. ചുമന്ന വസ്ത്രമൊക്കെ ധരിച്ച് മുത്ത് രത്നങ്ങൾ, അങ്ങനല്ലേ മേ വായിച്ചേ?
വായിച്ചല്ലോ 4-ാം വാക്യമല്ലേ? സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇരിക്കട്ടെന്ന് ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്ന് രത്നവും മുത്തും അണിഞ്ഞവളായി. അപ്പൊ ഇതെല്ലാം അണിഞ്ഞ് ഒരുങ്ങിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാ. യേശുക്രിസ്തുവിന്റെ മണവാട്ടിക്ക് ഇതൊന്നും ആവശ്യമില്ല. സദൃശവാക്യത്തിനോട്ട് പരിജ്ഞാനം അതൊരു ആഭരണമാണ്. ജ്ഞാനം ആട്ടെ, നമുക്ക് ആ ഭാഗത്തേക്ക് പോകണ്ട. ഇതൊക്കെ പറഞ്ഞാൽ പിന്നെയും പ്രശ്നങ്ങളാ. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഇതൊന്നും വലിയ വിഷയം. പണ്ട് ജീവിതാറിൻ്റെ അമ്മ പറഞ്ഞ പോലെ പമ്പയാറ് കവിഞ്ഞൊഴിക്കുമ്പം നീന്തി കയറിയ തള്ളയ്ക്ക് കൈത്തോട് വിഷയമാണോ എന്ന് ചോദിച്ചു. എനിക്കിതൊന്നും വിഷയം. അപ്പൊ ദൈവസഭയ്ക്ക് ഇതൊന്നും ഭൂഷണമല്ല. കർത്താവിന്റെ മണവാട്ടിക്ക് ഇത് ഭൂഷണമല്ല. ഏതാ? മുത്തും രത്നങ്ങളും വിലയേറിയ വസ്ത്രവും ഒന്നും ഭൂഷണമല്ല. അതെല്ലാം 17-ലെ അമ്മാമ്മയ്ക്കാണ്. ദൈവസഭയ്ക്ക് ഇതൊന്നും ഇല്ലെങ്കിലും സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം സുമുഖിയാന്ന. പാടാൻ വയ്യ, നിങ്ങൾ അറിയാം. കനകമും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, സുമുഖിയാമിവൾ കണ്ട ബഹുരമണീയമ, സുമുഖിയാമിവൾ കണ്ട ബഹുരമണീയമ, അംബ യെരൂശലേം. അമ്പരിൻ കാഴ്ചയിൽ, അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാളിൽ എന്തു മനോഹരം, അമ്പരെ വരുന്ന നാളിൽ എന്തു മനോഹരം, അമ്പ യെരൂശലേം. കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവയണിയില്ലെങ്കിലും, സുമുഖിയാമിവൾ കണ്ട ബഹുരമണീയമ, സുമുഖിയാമിവൾ കണ്ട ബഹുരമണീയമ, അംബ യെരൂശലേം. അമ്പരിൻ കാഴ്ചയിൽ, അംബ യെരൂശലേം, അമ്പരിൻ കാഴ്ചയിൽ, അംബ യെരൂശലേം, അമ്പരിൻ കാഴ്ചയിൽ, അംബ യെരൂശലേം, അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാളിൽ എന്തു മനോഹരം, അമ്പരെ വരുന്ന നാളിൽ എന്തു മനോഹരം, അംബ യെരൂശലേം. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം അധ്യായത്തിൽ കാണുന്നത് ഇസബേല്, 12-ാം അധ്യായത്തിൽ സൂര്യധാരണിയായ ഒരു സ്ത്രീയെ, 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ മണവാട്ടി. എന്നാൽ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയെ കാണുക. 20-21 ഒക്കെ ചേർത്ത് പഠിച്ച് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് അവൻ സ്തോത്രം ഇറങ്ങി വരുന്ന, അവൻ വെളിപ്പെടുന്ന, പ്രത്യക്ഷപ്പെടുന്ന, അവൻ സഭയാകുന്ന ആ മണവാട്ടി. അവിടെ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 12-ലെ അമ്മാമയല്ല.
നമ്മളതാ ചിന്തിച്ചു വന്നേ. നിങ്ങൾ ചിന്തിച്ച് ഞാനതെല്ലാം മറന്നുപോയെന്ന്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 2 സ്ത്രീ അല്ല, 4 സഭ എടുക്കപ്പെടുന്നതുമല്ല, 2 സാക്ഷികളുമല്ല. ഇതൊക്കെ വിഷയങ്ങളാ. പക്ഷെ അതല്ല. 12-ാം അധ്യായത്തിൽ സ്ത്രീയുമല്ല, 13-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരമായ മൃഗം കയറി വരുന്നു, അതുമല്ല. ഇതെല്ലാം വിഷയമാ. 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ 144, അതുമല്ല പ്രധാന വിഷയം. അത് ചെല്ലു പറഞ്ഞ ഞങ്ങൾ തന്നെയാണെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോ തർക്കിക്കാനെന്ന് അതങ്ങൾ അവിടെ ഇരിക്കട്ടെ. വേറെ ചില ആൾക്കാർ പറഞ്ഞ വെളിപ്പാട് പുസ്തകം അതിലെ പ്രധാനപ്പെട്ട വിഷയം മുമ്പേ വായിച്ചത് ഈ മൃഗത്തിന്റെ മുകളിലിരിക്കുന്ന സ്ത്രീ, അതുമല്ല. ചെല്ലു പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണം 19, അതുമല്ല പ്രധാന വിഷയം. വേറെ ചെല്ലു പറയുന്നത് പുതിയ യെരൂശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, ആ വിഷയമാ. അതൊന്നുമല്ല പ്രധാന വിഷയം. 22 ജീവജല നദി, അക്കരെ ഇക്കരെ വൃക്ഷം, പുതിയ ഫലം, അത് വിഷയമാ. പക്ഷെ അതല്ല പ്രധാന വിഷയം. ഞാൻ എപ്പോഴും പറയും, എല്ലായിടത്തും പറയും, നിങ്ങൾ യോജിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇഷ്ടമുണ്ട്, യോജിച്ചാൽ മതി. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതാ ഇതിലെ പ്രധാന വിഷയം. അതല്ലയോ ഏറ്റവും പ്രധാനം? യേശു ക്രിസ്തു അല്ലയോ പ്രധാനം? ഇതിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതല്ലയോ വായിച്ച 1-ാം വാക്യം വായിച്ച അമ്മേ, 1-ാം വാക്യം വായി 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇവിടുന്ന് സഹോദരിമാര് നോക്കുന്നത് ഞങ്ങളായിരുന്നു നന്നായിട്ട് ഞാൻ കണ്ട് നിങ്ങൾ നോക്കുന്നു. നിങ്ങൾ ഇനി ചടയെന്ന് വായിച്ചോളില്ല. നിങ്ങളെ 2 പേര് ഇങ്ങോട്ട് മാറ്റി വെച്ച് അല്ലേ, മസ്തിയെ നീക്കി വെച്ച് എസ്തേറിനെ കയറ്റി എന്ന് പറഞ്ഞ പോലെ അവിടെ ഓങ്ങിയിരിക്കുന്ന ആൾക്കാരെ ചടികടാന്ന് വായിച്ചോണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൂടെ വായിച്ച 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതായത് ഇതിലെ പ്രധാന വിഷയം. പ്രധാന പുരുഷനും അവിടുന്ന് തന്നെ, പ്രധാന വ്യക്തിയും യേശുക്രിസ്തുവാണ്. ഈ വെളിപ്പാടാണ് ഏറ്റവും വലിയ വെളിപ്പാട്. ഈ വെളിപ്പാടാ കാണേണ്ടത്. പക്ഷെ ഗതികേടെന്ന് പറയട്ടെ, നമ്മൾ ഈ വെളിപ്പാട് കാണുന്നില്ല. കാണുന്നതെല്ലാം വേറെയാ. മൃഗം, പാമ്പ്. 1-ാം അധ്യായത്തിൽ വെളിപ്പാട് പലരും കാണുന്നില്ല. കാണുന്നതല്ല 12:3 ഒരു പാമ്പുണ്ട്. വായിച്ച 12:3 അവിടെ ഒരു പാമ്പുണ്ട്. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 12:3 മുതൽ പഠിക്കുമ്പോൾ ഒരു സർപ്പം, മഹാസർപ്പം. ചിലര് 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കാണുന്നില്ല. കാണുന്നതല്ല 12:3 പാമ്പിനെയാണ്. ഈ പാമ്പിനെ കണ്ടുവച്ച് കുത്തിയിരുന്ന ഉപവാസമാണ്. 3 ദിവസം 7 ദിവസം കഠിന ഉപവാസം. വന്ന പ്രവാചകനും പാമ്പ് തന്നെ കാണുന്നത്. പുള്ളിയും പണ്ട് പാമ്പായിരുന്നു. പിന്നെ പുള്ളി മുണ്ടക്കകത്ത് പഴയ പാമ്പായിരുന്നു. പിന്നെ മാനസാന്തരപ്പെട്ട് മിണ്ടുന്നില്ല. അപ്പൊ പുള്ളിയും കാണുന്നത് പാമ്പ്. അതാ അമ്മ പറഞ്ഞ പാസ്റ്റർ, ഇന്നാളൊരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിയും കണ്ടൊരു പാമ്പ് തറ കൂടി. അള്ള എന്നും പാമ്പിനെ കാണുക. ഞാനൊരു കാര്യം, കൂടെ ഇതിലെ നടക്കരുത്. ഇനി അവിടെ അങ്ങനെ പോയി അടങ്ങിയിരിക്കും. എന്തിനാ കൂടെ ഇതിലെ നടക്കുന്നത്? അവിടെ ഇരുന്നു, അവിടെ ഇരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയൊക്കെ മതി. അവിടെ ഇരിക്കും മോനെ. ഞാനും അങ്ങ് ഇറങ്ങി നടക്കാൻ പോവാ. അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോ ഇതുങ്ങൾ ശ്രദ്ധിക്കും, ശ്രദ്ധ വിടും. അതുകൊണ്ടാണ്. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പാമ്പൊന്നുമല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. എന്നെ കേൾക്കേണ്ട ബഹുമാന്യ കർത്തദാസന്മാരെ, ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാടും യേശുവിന്റെ വെളിപ്പാടാണ്. ആരാ യേശുക്രിസ്തു? 1:5-6 വായിച്ചേമേ. 1:5 ചടിയടാന്ന് നിൽക്കണം. വായിരേ
വിശ്വസ്ത സാക്ഷിയും ആ. മരിച്ചവരിൽ ആദ്യ ആരാ യേശുക്രിസ്തു? ഒന്ന്, അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാ. ഇവിടെ സാക്ഷി പറയുന്നവരെല്ലാം കള്ളം പറയും, കാശ് കൊടുത്താൽ തിരിച്ചും മറിച്ചും സാക്ഷി പറയും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, വിശ്വസ്ത സാക്ഷിയായിട്ട് ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തു. ഹല്ലേലൂയ. കത്തിക്ക് കുത്തുന്ന കണ്ടു. മറ്റേ കക്ഷികളെ, എതിർ കക്ഷികളെ കാശ് കൊണ്ട് കൊടുത്തേ, ഉടനെ അവൻ തിരിച്ചു പറയും, കത്തി കണ്ടു കുത്തുന്നത്. മുഴുവൻ കള്ളസാക്ഷികളാണ്. സഭാ നേതൃത്വത്തിലൊക്കെ ഇന്ന് കള്ളസാക്ഷി പറയുന്ന ആൾക്കാരുണ്ട്. സെന്ററിനെതിരെ, പാസ്റ്റർമാർക്കെതിരെയൊക്കെ കള്ളസാക്ഷി മിണ്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞെന്നല്ല പറഞ്ഞ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് കൂടെ പ്രവർത്തിക്കുന്ന, കൂടെ വേല ചെയ്യുന്നവരെ പറ്റി കള്ളസാക്ഷി പറയുന്നവരുണ്ട്, ഉണ്ടെന്ന്. ഇവിടെ ഒരു സാക്ഷിയും ശരിയായിട്ട് പറയുന്നില്ല. എന്നാൽ വിശ്വസ്ത സാക്ഷിയായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തുവാ. നിനക്ക് വിരോധമായിട്ട് ആര് പറഞ്ഞാലും ആര് പ്രവർത്തിച്ചാലും നീ അത് ഗണ്യമാക്കരുത്. നീ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, പരമാർത്ഥതയോടെ ദൈവസന്നിധി നിൽക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വിശ്വസ്ത സാക്ഷി സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് വിശ്വസ്ത സാക്ഷി. വായിച്ച അടുത്ത വാക്യം വായിര്. മരിച്ചവരിൽ ആദ്യജാതനും സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും മതി. ഭൂരാജാക്കന്മാർക്ക് അധിപതിയും. അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്. മരിച്ചവരിൽ നിന്ന് ആദ്യജാതന. ദൈവത്തിന് മഹത്വം. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ ഭൂവിരാജാക്കന്മാരെ ഭരിച്ചു വാഴുമേഘനായകൻ. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ ഭൂവിരാജാക്കന്മാരെ ഭരിച്ചു വാഴുമേഘനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയാൽ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരിച്ച യേശുക്രിസ്തു ആരാ? ഒന്ന്, അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്. ഇവിടെ ആരും വിശ്വസ്തരല്ല. അല്ല, ഒറ്റ ഒരുത്തം വിശ്വസ്തരില്ല. എന്നെയും പ്രതിയാക്ക ഈ സ്റ്റേജായിരിക്കുന്ന ഒരെണ്ണം ഞാൻ സഹിതം വിശ്വസ്തരല്ല. ഞങ്ങളുടെ ഇരിപ്പ് കണ്ട അവർക്ക് ഇതുപോലൊരു വിശ്വസ്തൻ. ഒന്നാം പ്രതി ഞാനാ. കാരണം പറയും, ഒന്നല്ലെങ്കിൽ ഞാനും നിങ്ങളുമെല്ലാം അവിശ്വസ്തരാ. ഈ സദസ്സിലിരിക്കുന്ന ആരും വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും അവിശ്വസ്തതയുള്ളവരാ. എന്നാൽ വിശ്വസ്തനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി കാൽവരികിൽ ജീവനെ തന്ന നമ്മുടെ രക്ഷകനാകുന്ന, വീണ്ടെടുപ്പുകാരനാകുന്ന, നസറയനാകുന്ന യേശുക്രിസ്തു. അവിടുന്ന് വിശ്വസ്തനാ. വാക്ക് മാറത്തില്ല. അവിടുന്ന് അരുളി ചെയ്തു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. വാക്ക് മാറത്തില്ല. മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞാലും, മക്കൾ ഉപേക്ഷിച്ചാലും, സഹോദരങ്ങൾ വെറുത്താലും, സഭക്കാര് കൈവിട്ടാലും, സെന്റർ കൈവിട്ടാലും, കേന്ദ്രം കൈവിട്ടാലും, എന്റെ പ്രിയരെ, നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം വിശ്വസ്ത സാക്ഷിയാ. കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാ. ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റി പിരിച്ചു തരും. വാർദ്ധക്യം നിറയുമുള്ള കാലത്തോളം നിന്നെ ചുമക്കും. ഇന്ന് രാത്രി വിശ്വസ്തനായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പങ്കച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പ്രാരമുള്ളവനായി, 7 നക്ഷത്രം വലകയിൽ പിടിച്ച് 7 നിലവിളക്കയുടെ നടുവിൽ നിലയങ്ങ് ധരിച്ച് നേടുകൊള്ളുന്ന നസറായനാകുന്ന വിശ്വസ്ത സാക്ഷി ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടുന്ന് വിശ്വസ്ത സാക്ഷി, ദൈവത്തിന് മഹത്വം. മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ ഇന്ന് രാത്രി അവിടെ നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ആരാണ് യേശുക്രിസ്തു? അതാണ് 5-6 വാക്യം. ഒന്നുകൂടെ വായിച്ചു. 5-6 വാക്യം. വിശ്വസ്ത സാക്ഷിയും അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്. മരിച്ചവരിൽ ആദ്യജാതനും. എന്നോട് ക്ഷമിക്കണം, പെട്ടെന്ന് പിടികിട്ടിയില്ല. സോറി. ദൈവത്തിന് മഹത്വം. സോറി. അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്. മരിച്ചവരിൽ ആദ്യജാതനും. മരിച്ചവരിൽ അവിടുന്ന് ആദ്യജാതന. പിന്നെ ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ. അധിപതി. ഇടയ്ക്ക് കയറി പറയാ, അവിടുന്ന് ഭരിച്ചെങ്കിലേ ഇത് ശരിയാകും.
വേറെ ആര് ഭരിച്ചാലും ശരിയാക്കാന്നൊക്കെ പലരും പറയും. പക്ഷെ ശരിയാകുകയല്ലെന്ന് ആ പുസ്തകം പഠിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെ ആണല്ലോ, ശരിയാകുന്നില്ലല്ലോ. അവിടുന്ന് ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. അത് വിവരിക്കുന്നില്ല. 6-ാം വാക്യം വായിച്ചേ. നമ്മെ സ്നേഹിക്കുന്നവർ. മാത്രമാണോ ആരാ യേശു ക്രിസ്തു? ഒന്ന്, അവിടുന്ന് വിശ്വസ്ത സാക്ഷി, ഈ വെളിപ്പാടുണ്ടായിരിക്കണം. 2, മരിച്ചവരിൽ നിന്ന് ആദിജാതൻ. 3, ഭൂരാജാക്കന്മാർക്ക് അധിപതി യേശു ക്രിസ്തു. ഇതാ വെളിപ്പാട്. 4, നമ്മെ സ്നേഹിക്കുന്നവൻ. ഒന്നുകൂടെ വായിച്ച ആ പദം. നമ്മെ സ്നേഹിക്കുന്നവനും. നിന്നെ സ്നേഹിക്കുന്ന യേശു, നിന്നെ ഇഷ്ടപ്പെടുന്ന യേശു. ചൊല്ലി പറയാറുണ്ട്, എന്നെ ആർക്കും ഇഷ്ടമല്ല, യേശുവിന് നിന്നെ ഇഷ്ടമാണ്. പർവ്വത പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരുത്തം വന്ന് ചോദിക്കുക, ഗുരു നിനക്ക് എന്നോട് മനസ്സുണ്ടോ എന്ന്. കുഷ്ഠരോഗിയാ, ആർക്കും മനസ്സില്ല. അറ്റ കൈക്കാ യേശുവിനോടൊക്കെ വന്ന്, മനസ്സുണ്ടോ? കർത്താവ് കൈ നീട്ടി തൊട്ടേച്ച് പറഞ്ഞ്, എനിക്ക് മനസ്സുണ്ടോ. പാട്ട് വരുന്നുണ്ട്, എങ്ങനെയാന്ന് ഞാൻ 2 ശീലം പാടിക്കോട്ടെ. ആൾക്കാർ പറയാം, ഓ പാട്ട് തന്നെ ആയിരുന്നെന്ന് പറയാം. അതുകൊണ്ടാണ്. മനസ്സലിവിൻ മഹാദൈവമേ കന്യണമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ കന്യണമേ കരുണാനിധേ. എത്ര നാളായി ഞങ്ങളാർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നെങ്ങും കാത്തിരിപ്പൂ. എത്ര നാളായി ഞങ്ങൾ ആർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നെങ്ങും കാത്തിരിപ്പൂ. എത്ര നാളായി ഭൂമി ലോകം കാണാത്താത്മശക്തിയയക്കണമേ. എത്ര നാളായി ഭൂമി ലോകം കാണാത്താത്മശക്തി അയക്കണമേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മെ സ്നേഹിക്കുന്ന യേശു. ചില ചിന്തയുണ്ട്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല. ചില മാതാപിതാക്കൾക്കൊരു ചിന്തയുണ്ട്, മക്കള് വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല. സഹോദരങ്ങൾക്ക് ചില ചിന്തകളുണ്ട്, എന്നെ സ്നേഹിക്കുന്നില്ല. എല്ലാവരുടെയും വിഷയം അതാണല്ലോ. ഞാനൊരു കാര്യം പറയാം, സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ നെടുക നടക്കാതെ നീ ആദ്യം അങ്ങോട്ട് സ്നേഹിക്കും. അത് താല്പര്യമില്ല. അമ്മായിയമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല. സഹോദരി, നീ അമ്മായിയമ്മയെ ആദ്യം സ്നേഹിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റ് പാട്ട് പാടി, അത് മിക്കവാറും ഇല്ല. ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു കട്ടനിട്ട് തള്ളയ്ക്ക് കൊണ്ട് കൊടുക്കുക. അമ്മ ഇന്ന കാപ്പി. തള്ളമാരും കുറേ ഒതുങ്ങണം. നിന്റെ കൂപ്പിയൊന്നും എനിക്ക് വേണ്ട. തള്ള നീ 70 ഓർത്തോണം. നീ പണ്ട് ചാടിയതുപോലൊന്നും പണ്ട് ഞാൻ ഇവിടുന്ന് നടന്ന് വള്ളിയാങ്ക പോയിട്ടുണ്ടെന്ന് ഒക്കെ പോയി കാണും. മതമ്പയിലും പോയി കാണും. ഇപ്പൊ ഒന്നും ഒക്കത്തില്ല. മതമ്പ ഇവിടെ അടുത്തല്ലേ. പിന്നെ മരുമകള് കാപ്പി ഇട്ട് കൊണ്ടുതരുമ്പം സ്തോത്രം പറഞ്ഞ് സന്തോഷത്തോടെ മേടിക്കണം. എന്റെ പൊന്നുമോളെ വലിയ ഉപകാരം, ദൈവം നിന്നെ അനുഗ്രഹിക്കുക. അതാ പറയണം. പൊടി കുറവാന്നോടി, അവള് വിറ്റാന്ന് മൂക്കിപ്പൊടി ഇട്ട് നിനക്ക് കാപ്പി തരും. നിന്റെ ഊപ്പാട് വരുന്നതുകൊണ്ട് ഒരു കാര്യം പറയാ, ഈ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നെടുക നടക്കാതെ അങ്ങോട്ടൊന്ന് സ്നേഹിച്ച്. ഇത് കൊടുത്താലല്ലേ കിട്ടുന്നേ. ചെല്ലി പറയാ, പാസ്റ്റർ ഞാൻ എത്ര സ്നേഹിച്ചിട്ടും നിരാശപ്പെടണ്ട, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അനുപമ സ്നേഹത്തിന്
ആഴവും ഉയരവും അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും അകലവും നീളവും അറിയുവാൻ കൊതിക്കുന്നേ അകലവും നീളവും അറിയുവാൻ കൊതിക്കുന്നേ ശ്രീയേശുനാഥാനിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി ധരയിൽ വന്ന ശ്രീയേശുനാഥാനിൻ സ്നേഹം. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാട് 5:6 എഴുതിയിരിക്കുക. 1, അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാണ്. 2, മരിച്ചവരിൽ നിന്ന് ആദിജാതന. 3, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാ. 4, നമ്മെ സ്നേഹിക്കുന്നവനാ. ഈ വെളിപ്പാട് ആദ്യം പ്രാപിക്കണം. അടുത്ത പരമായി ചെയ്യാമേ. നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ വിടുവിച്ച്. അയ്യോ, ആരാ യേശു? അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ പാപത്തെ പോക്കുന്നവനാ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും പാപം പരിഹരിക്കത്തില്ല. പാപം പരിഹരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പുണ്യാഗ രക്തത്താലാ. നിന്റെ അകൃത്യങ്ങളിൽ രക്താംബരം പോലെ ഇരുന്നാലും എത്ര കടുചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായും പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ രക്തം. എന്താ ഒരു സന്തോഷമില്ലാത്ത? ഇത്രയും സന്തോഷം ഉള്ളൂ? ഉള്ളതാട്ടെ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അത് പുണ്യാഗ രക്തമാ, അത് വിലയേറിയ രക്തമാ. ആ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടമ തളിക്കുന്ന പശുഭസ്മവും ജടിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, നിരാശ മാറ്റുന്ന രക്തം, ആമൻ സ്തോത്രം, നമുക്ക് ജയം തരുന്ന രക്തം. വെളിപ്പാട് പുസ്തകം അങ്ങനെ പഠിക്കുന്ന കുഞ്ഞാടിന്റെ ആമൻ സ്തോത്രം രക്തത്താൽ ജയം പ്രാപിച്ചെന്ന. പരാജയത്തിന്റെ പടികുടിയിൽ കിടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, യേശുവിന്റെ രക്തം നിനക്ക് ജയം തരും. നിന്റെ പരാജയത്തിന്റെ അവസ്ഥകൾ മാറ്റി നിന്നെ വിജയക്കൊടി കൊടിയത്തിലേക്ക് ഉയർത്തുവാൻ കഴിവുള്ള രക്തമാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ആ രക്തത്താൽ പാപങ്ങൾ മോചിച്ചു. സ്തോത്രം. അതാ യേശു ക്രിസ്തു. തന്റെ രക്തത്താൽ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അവിടത്തേക്ക് മാത്രം ആ മഹത്വവും ബലവും, അവിടുന്ന് മാത്രമാണ് അതിന് യോഗ്യൻ. ഇതാണ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട്. ഇനി ആ ക്രിസ്തുവേശുവിന്റെ തേജസ്കരിക്കപ്പെട്ട ആ വെളിപ്പാടാണ് 13-ാം വാക്യം മുതല്. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ നാട് കടത്തപ്പെട്ടു. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി 2 കാര്യത്താൽ നാട് കടത്തപ്പെടുത്തു. ആ 9-ാം വാക്യം അങ്ങനെ വായിക്കുന്ന നിങ്ങളുടെ സഹോദരനുമായി 1:9 ആ കണ്ണിക തുടങ്ങുന്നത്. നിങ്ങളുടെ സഹോദരന് യേശുവിന്റെ കഷ്ടതയിലും നിങ്ങളുടെ സഹോദരൻ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാന് ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 2 കാര്യത്തിൽ ആ ദ്വീപിൽ പോയത്. പത്മോസ് എന്ന ദ്വീപിൽ 1 ദൈവത്തിന്റെ വചനം, 2 ക്രിസ്തുവിന്റെ സാക്ഷ്യം. അങ്ങനെ നാട് കടത്തപ്പെട്ടതാ. അല്ലാതെ നാട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കി മുങ്ങിയതല്ല. അതിരുതർക്കം ഉണ്ടായി അനിയനെ കത്തിക്ക് കുത്തി അങ്ങനെ മുങ്ങിയതല്ല. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നാട്ടുകാരുടെ പാസ്പോർട്ടും കാശും മേടിച്ചിട്ട് മുങ്ങി. പിന്നെ ഡോക്ടർ റവറന്റ് ആയിട്ടൊക്കെ കുറച്ച് കഴിയുമ്പോൾ മിണ്ടുന്നില്ല. ഇങ്ങനെയുള്ളൊരു കേസിലും പോയതല്ല. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. വായിച്ചോ. പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അവശനായിട്ട് കിടക്കുകയല്ല, വിവശനായെന്നേ ഉള്ളൂ. നീ കാണുന്ന ഒരു പുസ്തകത്തിൽ ആത്മവിവശത വരുമ്പോ ബോധവും ഇല്ല, പൊക്കണവും ഇല്ല, അവിടെ കിടക്കുക. തള്ളിയിട്ട പുള്ളി കാറെ കയറി പോയി അല്ലെ അവിടെ കിടക്കുക.
ഭർത്താവ് നോക്കി നിൽക്കുക, ഇതിനെയും കൊണ്ടുപോവുകയും ചെയ്യണം. ആ പോക്കൊക്കെ വലിയ സങ്കടമാണ് കേട്ടോ. തെളിയിട്ടാൻ കാറൊക്കെ കയറിപ്പോയി. അവനെ 5 സ്റ്റാർ ഹോട്ടലിരുന്ന് തളയുടെ കിടക്കുക. വിവശത, അതാണോ വിവശത? ഞാൻ വിവശതക്കെതിരെ പറഞ്ഞതല്ല, വിവശത ഉണ്ടായിട്ടുണ്ട്, ഇന്ന് കാണിക്കുന്ന ഒന്നുമല്ല. ആത്മാവിന്റെ വിവശത വരുമ്പോൾ കാണും, കേൾക്കും, എഴുതും, ഓർക്കും, അറിയും, പറയും. അതൊക്കെയാ വിവശത. നീ കാണുന്നത് അങ്ങനെ. അപ്പൊ കാണും, എഴുതണം, എഴുതും, മറക്കാതെ ഓർക്കണം. 7 സഭ: എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ. അല്ലാതെ വിവശതയാണ് പറഞ്ഞ് എന്നെ പറ്റിയ അമ്മ എന്നാന്നറിയാമല്ല, പാസ്റ്റ് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഞാൻ വീഴുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തല മുഴച്ചെന്നാ തോന്നുന്നത്. എന്നാ കേസൊക്കെയാണ്. ചിലർ വീഴാനായിട്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. അവർ ഇങ്ങനെ. പിന്നെ ഇവരുടെ ശിങ്കിടികളുണ്ടെന്നെ പതുക്കെ താഴോട്ട് തൊടരുത്, മലന്ന് വീഴുമ്പോൾ പിന്നെ വീഴുകയില്ല. താങ്ങുന്നതുകൊണ്ടാ പിന്നെ നമ്മുടെ വിഷയമല്ലല്ലോ ഇത്. ആത്മവിവശതയുണ്ടായി. കർത്ത ദിവസത്തിൽ ആത്മവിവശനായി. നീ കാണുന്നതിന് പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു നാദം എന്റെ പുറകിൽ കേട്ടു. അടുത്തത് എന്നോട് സംസാരിച്ച് ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം: തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ഇതാ കാണേണ്ടത്, ഇതേ കാണാവൂ. അടുത്തത്: അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. കേജം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, കേശം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, കേശം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, ഉച്ചക്കധീരവൻ പോൽ ഉജ്വലദാനനെ, ഉച്ചക്കധീരവൻ പോൽ ഉജ്വലദാനനെ. നല്ല പദങ്ങളാ. കേശം വെളുത്തവനെ. ഇപ്പം അങ്ങനൊന്നും പാടാനും പറയാനും ഒക്കത്തില്ല. കേശം എല്ലാം കറുത്തവനെ. 75 ഉണ്ടെങ്കിലും കേശം കർത്താവിന്റെ അല്ല കേട്ടോ. ഇത് കേശം 75 ഉണ്ട് തങ്കമ്മയ്ക്ക്, എന്നാലും കേശം കറുപ്പിച്ച് മിണ്ടുന്നില്ലല്ലോ ആരും. നല്ല പ്രയോഗമാണ്. കേശം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ എന്ന് പറഞ്ഞ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനാണ്. ഉച്ചക്കതിരവൻ പോൽ ഉജ്ജ്വലദാനനെ. നട്ടുച്ചയ്ക്ക് കതിരവൻ. കേജം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ. ഞാൻ പാട്ട് പാടുമ്പം ചിന്തിച്ചും എല്ലാം അർത്ഥമൊന്നും അറിയത്തില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി ചിന്തിച്ച് ഒന്ന് അറിയാത്തത് ഞാൻ അറിയാവുന്നതിനോട് ചോദിക്കും, എന്തുവാ ഇതിൻ്റെ അർത്ഥം? എനിക്കറിയത്തില്ല, ഒത്തിരി കാര്യം എനിക്കൊന്നും അറിയത്തില്ല. അറിയാവുന്നതിനോട് ചോദിക്കും, ഇതെന്താവാ? ചിലർക്ക് അറിയാൻ മേലും മിണ്ടുകയല്ല, കാരണം അറിയാവുന്നുള്ള പാവത്തിൽ അവരുടെ ഇരിപ്പും പോക്കുമല്ല. അപ്പം അതെന്നാന്ന് ചോദിക്കുന്നത് നാണക്കേടല്ലേ? എനിക്ക് ഒരു നാണക്കേടുമില്ല, എനിക്കതില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കും, ഇതെന്തുവാ ഇതിൻ്റെ അർത്ഥം എന്നാണ്? ഒരുത്തൻ പാടുക, അടവി തരിക്കളിനിടയിൽ ഒരു നാരകം. ഞാൻ ചോദിച്ചു, എന്തുവാടാ അതിൻ്റെ അർത്ഥം? അതെന്തോ വലിയ അടവി വരുമ്പോൾ അതിൻ്റെ അടുക്ക് പിന്നെ അടവി വരികയല്ലേ, ഭയങ്കര അടച്ചു പിടിച്ച് മരമെല്ലാം പിടിച്ച് ദൂരോട്ട് അടവി വരിക. അടവി തരിക്കളിനിടയിൽ അന്നാരോ ഞാനൊരു നാരകം പോലെ എന്നാ ചെയ്യാൻ? എന്തുവാ പാട്ട് പാടുന്നോട് ചോദിക്കട്ടെ. അച്ഛാ പറ അച്ഛാ, അടവി തരിക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം. നിങ്ങൾ പറ. നമ്മൾ കൂട്ടുന്നല്ലാതെ
ശരിയാ, ഉത്തരം ശരിയാ, പറഞ്ഞു. ഇങ്ങനെ വെച്ചാ ഞാൻ എങ്ങനെ ശരിയാ? എനിക്ക് പലതും അറിയത്തില്ല. അപ്പൊ ഞാൻ അറിയാവുന്നവരോട് ചോദിക്കും, എന്തുവാണ് ഇപ്പോഴൊക്കെ ചോദിക്കും. മാസ്റ്റർമാരോടൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുക, എന്തുവാന്ന് ചോദിക്കും. എനിക്കത് അറിയത്തില്ല. അത് നാണക്കേടൊന്നുമല്ല, പഠിക്കണം, ചോദിക്കണം. അപ്പം ഞാൻ ചില പാട്ടുകളൊക്കെ പാടുമ്പം കുറച്ചുകൂടെയൊക്കെ ചിന്തിച്ച്, അതുകൊണ്ട് എൻ്റെ അനുഭവം ഞാനത് വളരെ ആസ്വദിച്ചാണ് പാടുന്നത്. ട്യൂണും സ്വരമൊന്നുമില്ല, അവർ പാടും പോലൊന്നും ഒക്കത്തില്ല, ക്ഷമിക്കണേ. എന്നാലും ആസ്വദിക്കും. ചിലങ്ങ് പാടുക, അല്ലല്ല, ആസ്വദിച്ച് പാടണം. കേജം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, കേശം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, ഉച്ച കധീരവൻ പോൽ ഉജ്ജ്വലനാനനെ, ഉച്ച കധീരവൻ പോൽ ഉജ്ജ്വലനാനനെ, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക. എക്ലീസിയയ്ക്കു പ്രേമ വിഗ്രഹമായവനെ, എക്ലീസിയയ്ക്കു പ്രേമ വിഗ്രഹമായവനെ, മൽക്ലേശമാക നീക്കി മൂക്യാശിസേഗണമേ, മൽക്ലേശമാക നീക്കി മൂക്യാശിസേഗണമേ, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക. അത് സമയം പോകുന്നല്ലോ. 1-ാം അധ്യായത്തിന്റെ 13 മുതൽ പഠിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ആ തലയും തലമുടിയും എല്ലാം വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളമായി വായിക്കാൻ ഉലയിൽ ചുട്ടുപഠിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. പിന്നെ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. പിന്നെ അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. 7 നക്ഷത്രം. ഒറ്റവാക്കി പറയാ, കർത്താവിന്റെ ദാസന്മാരെ, എന്റെ സഹപടന്മാരെ, ഞാനും നിങ്ങളും അവിടുത്തെ തൃക്കരങ്ങളില്ല. അവിടുത്തെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള ഒരുത്തനുമില്ല, ഒരു ശക്തിയുമില്ല. അവിടുത്തെ ഉള്ളം കയ്യിലാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ തൃക്കരത്തിൽ നിന്ന് പിടിച്ചോണ്ട് പോകാൻ കഴിവുള്ള ഒറ്റ ഒരുത്തനുമില്ല. നിനക്ക് ഒരു ദോഷവും വരികയല്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. അത് വിവരിക്കുന്നില്ല, സമയം ഭയപ്പെടുന്നത് കൊണ്ട്. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ വെളിപ്പാട് നിങ്ങൾക്കറിയാം. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത, എഫെസോസ് മുതൽ ലവോദിക്ക വരെ. അതിൽ നമ്മൾ ഇന്ന് വായിച്ചത് പെർഗമോസ് സഭയോടുള്ള ദൂത. അത് 3-ാമത്തെ സഭയല്ലേ അമ്മേ? എഫെസോസ്. പിന്നെ എഫെസോസ്, സ്മൂർന, പെർഗമോസ്, തുയതൈര, സർദീസ്. നമ്മള് 3-ാമത്തെ സഭയുടെ ദൂത വായിച്ചത് പെർഗമോസ്. പെർഗമോസ് സഭയോട് പറയുകയാണ്, ജയിക്കണം. 2, ജയിച്ചു വന്നാൽ മറഞ്ഞിരിക്കുന്ന മന്ന. പിന്നെ പാട്ട് വരുന്നു, എന്നാ ചെയ്യാൻ? പെർഗമോസ് മാർന്നിടും, പെർഗമോസഭേ മാർന്നിടും, പെർഗമോസഭേ മാർന്നിടും. മാർന്നിടും, പെർഗമോസഭേ മാർന്നിടും, പെർഗമോസഭേ നീ ശ്രമിക്കനൂടെ വചനം. മൂർച്ചയുള്ള
നീ ശ്രവിക്കനുടെ വചനം. അതെ, അപ്പൊ ഇത് പെർഗമോസ് സഭയോട് പറയുന്ന ദൂത. ഈ സഭയോട് പറയുക, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. നിങ്ങൾ വെളിപ്പാട് പുസ്തകം മൊത്തത്തിൽ ഒന്ന് പഠിച്ച് എല്ലാ സഭകളോടും പറയുന്നത് ജയിക്കണമെന്നാണ്. ജയിക്കണം, അങ്ങനല്ലേ? ജയിക്കണമെന്നല്ലേ? ജയിക്കുമൊന്നും വേണ്ടായിരിക്കും. ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു എല്ലാവരുടെയും ജയിക്കും. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ ഒന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. 2:2 വായിച്ചേമേ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലരാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ 7-ാം വാക്യം വായിച്ചോ ശിവപാസ. 7-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ദൈവത്തിന് മഹത്വം. അവിടെ എല്ലാം ജയിക്കുന്ന കാര്യമാണ്. ഇനി 11 വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നവന്. അപ്പോൾ എല്ലാം വായിപ്പിക്കുന്നില്ല, ഇവിടെല്ലാം ജയിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരു കാര്യം പറയും, എന്തിനെയൊക്കെ ജയിക്കണം? ഈ സഭകൾക്കകത്തൂടെല്ലാം ഒന്ന് കടന്നു കയറി പോയാൽ സഭകളോടെല്ലാം പറയുന്ന കാര്യമുണ്ട്, ജയിക്കണം. എന്തിനെയൊക്കെ ജയിക്കണം? 2:2 വായിച്ചേ. എന്തിനെ ജയിക്കണം? എഫെസോ സഭയോട് ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പറഞ്ഞാൽ കള്ള അപ്പോസ്തലന്മാര് ജയിക്കണം. പിന്നെയും പാട്ട് വരുന്നു. ഇതായി കുഴപ്പം. പാടുന്നില്ല. കള്ളയപ്പോസ്തലർ വെള്ളവേഷം ധരിച്ച് കള്ളയപ്പോസ്തലർ വെള്ളവേഷം ധരിച്ചുള്ളൊരു നാളിലും നീ കാന്തേ നീ കേൾക്കാമിനി മൗലേ കാന്തേ നീ കാമിനി മൗലേ കാന്തേ നീ കാമിനി മൗലേ തൻവലങ്കരമത്തിൽ താരകളേടും തൻവലങ്കരമത്തിൽ താരകളേടും താങ്ങിക്കൊണ്ട നിജം കാന്തേ നീക കാമിനി മൗലേ. അതെ, അപ്പോൾ കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം. കള്ളയപ്പോസ്തലന്മാരെ ഒത്തിരി. ആ അപ്പോസ്തലൻ അയക്കപ്പെട്ടവനാ. എന്തിന്? ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ച് 12 പേരെ തെരഞ്ഞെടുത്തു. എന്തിന്? തന്നോടുകൂടെ ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളുടെ കൈവച്ച സൗഖ്യം വരണം, ദൈവത്തിന്റെ വചനവും പറയണം. ലക്ഷണം എന്നാ? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇടയിൽ വെളിപ്പെടുന്നുണ്ടല്ലോ അപ്പോസ്തലിക ലക്ഷണം. ആരാ അപ്പോസ്തലൻ? അയക്കപ്പെട്ടവനാ. എന്തുവാ ക്വാളിറ്റി? ഉപദേശത്തിൽ തിട്ടമുള്ളയാളായിരിക്കണം അപ്പോസ്തലൻ. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. കുറെ പേരിരിക്കുന്നു. നിങ്ങളെല്ലാം വിശ്വാസത്തിലാണോ? പിന്നെ ഞങ്ങൾ മുണ്ടക്കയം ജോൺ ഉപദേശിയുടെ കാലത്ത് ആട്ടെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ജോഡി ഉണ്ടെന്ന് പോലും. എന്നാ തമ്പകരെടുത്തോ തല്ലിക്കോ എന്നല്ല പറഞ്ഞേ, നിങ്ങളുടെ സ്നാനവേദായിരുന്നു. അപ്പോൾ സ്നാനം ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഉപദേശം പറഞ്ഞു, വചനം പറഞ്ഞു. അതെല്ലാം അടുക്കടുക്കായിട്ട് പറഞ്ഞ് തെളിയിച്ച് അരക്കിട്ട് ഉറപ്പിച്ചേച്ച് അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ചു. ഏതാണ്ട് 12ഓളം പുരുഷന്മാർ ഉപദേശം സ്ഥാപിച്ച്. അതാ അപ്പോസ്തലൻ. അല്ല, ഉപദേശം ചോദിക്കുമ്പോൾ നാവിക്ക് താങ്ങേച്ച് പോവുകയല്ല, തെളിയിക്കാൻ. ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ,
മാത്രമാണോ സഭയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ രണ്ട് പക്ഷമാക്കുകയല്ല, അത് പരിഹരിക്കണം. അതാ അപ്പോസ്തലികം. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളും 14 പേരുണ്ട്. അവരെത്ര പേരുണ്ട്? അവർ 10-30 കാണും. ഒരു കാര്യം ചെയ്യൂ, നമുക്ക് 2 സഭയാക്കാം. എന്നെ ഇങ്ങനെ നോക്കുന്നത് ആദിമസഭയിൽ പ്രശ്നം യവനായ സ്ത്രീകളും എബ്രായ സ്ത്രീകളും വിളമ്പുന്ന വിഷയത്തില്ല. മേശ എന്നുള്ളത് 2 ആശയമാണ്. ധനപരവും ഭക്ഷണം എടുക്കാതല്ലയോ എല്ലാവർക്കും താല്പര്യവും. വിളമ്പുന്ന സമയത്ത് വേറെ കൃത്യം ഇപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഉണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറയാം. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ. ഇപ്പം മൈക്ക് എൻ്റെ കയ്യിലല്ലേ. ചിലയിടങ്ങളിൽ ചെല്ലുമ്പോഴേ കൂടെ വണ്ടി ഓടിക്കുന്ന സഹോദരന്മാർ വരും. ചിലർ വേറെ കൃത്യം കാണിക്കും. ചിലര് കാണിക്കും. എന്ത് ചെയ്യാ ഡ്രൈവറാ, അതുകൊണ്ട് ഇച്ചിച്ച് പോലെ ജോഡി അവൻ ദൈവകൃപയെ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചു ഓടിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ടല്ലേ വരികയും പോവുകയും ചെയ്യുന്നേ. അപ്പൊ എൻ്റെ വാദം അവനെ നന്നായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇല്ല അവൻ ഇടയ്ക്കിടയ്ക്ക് കയറി മാറുമ്പോൾ ഞാൻ ചെന്നു എൻ്റെ വാദമാണ്. നിങ്ങൾ യോജിക്കുമോന്ന് അറിയത്തില്ല. പണ്ട് ഞങ്ങളുടെ ഒരു അമ്മയും കൊണ്ട് പോകുമ്പോൾ അവനെ ഇച്ചിരി കാശൊക്കെ എപ്പോഴും വേണം. അതിന് അമ്മ പ്രായം 10-85 ഉണ്ട്. ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. പിള്ളേരെല്ലാം അമേരിക്കയിലാണ്. അപ്പം അമ്മയും കൊണ്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നാടാ ബേബി, എന്നാന്നറിയാമല്ലോ സാറേ, വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നു. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ഇവന് ഇച്ചിരി പൈസ. ഉടനെ അമ്മ ചോദിക്കും, എന്നെ സാറേ എന്തെങ്കിലും പണി കാണും. ഒരു കാര്യം ചെയ്യും, നീ എങ്ങനെയും എന്നെ വീട്ടിലോട്ടിറക്കി വെച്ച് പെട്ടെന്ന് വണ്ടി കൊണ്ടുപോയി. തളയ്ക്ക് ഇതിനെപ്പറ്റി വെളിവൊന്നുമില്ല. തള്ളയുടെ കാശുണ്ട്. വേറെ രീതി ചോദിച്ചാൽ തള്ള കൊടുക്കുകയില്ല. അതിന് അവൻ ഇടയ്ക്കിടയ്ക്ക് ചിലര് വേറെ കൃത്യമൊക്കെ കാണിക്കും. പാടില്ല കേട്ടോ, ചെയ്യരുത്. ഞാൻ എൻ്റെ കൂടെ വരുമ്പം സഹോദരന്മാരോട് ചോദിച്ചാലറിയാം, പലരാ വരുന്നത്. ഞാൻ എവിടെയെങ്കിലും ഭക്ഷണത്തിനൊക്കെ കയറുമ്പം ചിലയിടത്ത് ചെല്ലുമ്പം ഉണ്ട്. ഞാൻ പറയാം അവിടെ വെച്ചേരി, ഞാൻ വിളമ്പിക്കോളാം എന്ന് പറയും. എനിക്ക് വിളമ്പാനൊക്കെ അറിയാം. ഞാൻ ആദ്യം കൂടെ വന്നവർക്ക് ആദ്യം വിളമ്പി കൊടുക്കും. കൊടുക്കണം. അപ്പുറത്തെ പിള്ളേർ നമ്മുടെ പിള്ളേരും വീട്ടിൽ കളിക്കുക. അപ്പുറത്തെ പിള്ളേർ കളിച്ചു ക്ഷീണിച്ച് നിൽക്കാൻ, നമ്മുടെ കൊച്ചും ക്ഷീണിച്ച് നിൽക്കുക. അതുകൊണ്ട് നമ്മുടെ കൊച്ചിനെ അകത്ത് കൊണ്ടുപോയി ബൂസ്റ്റ് ഇട്ടേക്കാൻ പെട്ടെന്ന് കുടിക്കണം. അവനെ കുടിപ്പിച്ചേ, എന്തുകൊണ്ട് മോനെ വിശേഷം, അമ്മച്ചൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ യോജിക്കുമോന്ന് അറിയത്തില്ല. നിന്റെ കൊച്ചിന് ബൂസ്റ്റ് ഇട്ടത് കൊടുത്തില്ലെങ്കിലും അപ്പുറത്തെ കൊച്ചിന് കൊടുക്കണം. അതാ പുസ്തകത്തിലെ പ്രമാണം. അതാ കൊടുക്കും. നല്ല ചേലായി ഇരിപ്പ് കാണുമ്പോൾ അറിയാൻ കൊടുക്കുമെന്ന്. വേറെ ഒന്നും പാടില്ല. അപ്പൊ ആദിമസഭയിൽ പ്രശ്നം വന്നപ്പോൾ, വിളമ്പുന്ന വിഷയത്തിൽ പ്രശ്നം വന്നപ്പോൾ, എന്റെ ഭാഷ പെണ്ണുങ്ങളെല്ലാം കൂടെ ഒരു കമ്മിറ്റി കൂടി വെച്ച് ബില്ല് പാസ്സാക്കി പീറ്ററിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അച്ഛാ കുറച്ച് നാൾ കൊണ്ട് സഹിച്ചു മടുത്ത്, ഇനിയിപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്ത് എന്തുവാ, ഇപ്പം വിളമ്പുന്നവരാരും വിളമ്പണ്ട, അച്ചായനങ്ങ് വിളമ്പിയാൽ മതിയെന്ന്. പത്രോസ് പറഞ്ഞ വേല മനസ്സിരിക്കട്ടെ, ഇതാ നിങ്ങളെ കമ്മിറ്റിയിൽ എടുക്കാത്ത. അതുകൊണ്ട് ദൈവവചനം ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് വിഹിതമല്ല, അപ്പോസ്തലന്മാർക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മ നിറവുള്ള 7 പേരെ തിരഞ്ഞെടുക്കട്ടെ. അവര് മേശമേൽ ശുശ്രൂഷിക്കേണ്ട. അടുത്ത പോലെ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉദ്ധരിക്കും. ഇത് അപ്പോസ്തലൻ. സഭയിൽ ഒരു പ്രശ്നം വന്നാൽ തിരിവെച്ചു കൊടുക്കുകയല്ല, വഷളാക്കുകയല്ല. ആ പ്രശ്നം പ്രാർത്ഥിച്ച് ദൈവകൃപയ്ക്ക് ശരണപ്പെട്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കണം. അല്ലാതെ 4 തട്ടാക്കി വെച്ച് പുള്ളി മിടുക്കനായിട്ട് മുങ്ങി. അപ്പോസ്തലൻ എന്ത് ചെയ്യും? പുള്ളി അന്ന് മുങ്ങിയതാ. അതല്ല, പ്രശ്നം പരിഹരിക്കണം. ഉപദേശത്തിൽ തിട്ടം വേണം. ഇതാ അപ്പോസ്തലൻ. അപ്പോ ഈ എഫെസോസ് സഭയോട് പറയാം, നിങ്ങള് കള്ള അപ്പോസ്തലന്മാരെ ജയിക്കണം. വേഷം കെട്ടി നടക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പോസ്തലൻ ഇന്നയാള്, അപ്പോസ്തലൻ ഇന്നയാള്. അല്ലല്ല, നന്നായിട്ട് വിവേചിക്കണം, ജയിക്കണം. ഇനി 2:9 വായിച്ച വേറെ എന്തുവാ ജയിക്കണ്ടേ? അത് മുമ്പേ വായിച്ചത് 2:9. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും
നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ലാത്ത സാത്താന്റെ പള്ളിക്കാരായവരുടെ യഹൂദരെന്ന് പറയുന്നെങ്കിൽ യഹൂദരല്ലാത്ത സാത്താന്റെ അവരെ ജയിക്കണം. ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾ യഹൂദന്മാരാണ്. നമ്മുടെ കേരളത്തിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ യഹൂദന്മാരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നുള്ളൊരാൾ പറയുന്നുണ്ട് ഇത് യഹൂദ രക്തമാണ്. എവിടെ നിന്നാ പറയുന്നത്? കുറച്ച് യഹൂദന്മാരുണ്ടായിരുന്നവരെല്ലാം പോയി. ഇനി ഒന്നോ രണ്ടോ പേര് ഉണ്ടെന്നാ പറയുന്നത് മട്ടാഞ്ചേരിയില്. ബാക്കിയെല്ലാം പോയി. അന്നേരം വേറെ കുറെ ആൾക്കാർ പറയാം ഞങ്ങളല്ല. ഒരു സഭായത്തിൻ്റെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു തള്ള എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണ്, വിശേഷിച്ച് ഞങ്ങൾ ബെന്യാമീൻ ഗോത്രക്കാരാ, മുഴുവൻ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന്. വട്ട് കേസാ. എന്നെ ചെയ്യാനാ ഇതിനൊക്കെ നല്ല ബുദ്ധി. അപ്പൊ യഹൂദന്മാരെന്ന് കളവായി പറയുന്ന അവരെ സാത്താന്റെ പള്ളിക്കാരെ ജയിക്കണം. വിശദീകരിക്കുന്നില്ല എന്തിനെയൊക്കെ ജയിക്കണമെന്നാ. സാത്താന്റെ പള്ളിക്കാരെ ജയിക്കണം. ഇനി 2:14 വായിച്ചേ. 2:14. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശത്തെ ജയിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. ഇനി 15-ാം വാക്യം വായിച്ചേ. 15. ഔവണ്ണം നിക്കോലാവിയുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. അങ്ങനെ നിക്കലോവിയുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും നിനക്കുണ്ട്. അപ്പോൾ നിക്കലോവിയ ഉപദേശത്തെ ജയിക്കണം. ഇനി 2:20 വായിച്ചേ. 2:20. എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്മാനും എന്റെ ദാസമനെ ഉപദേശിച്ച് തെറ്റിക്കുന്ന ഇസബേലിനെ ജയിക്കണം. ഇനി 2:24 വായിച്ചേ. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങളെ ജയിക്കണം. ഇനി 3:9 വായിച്ചേ. 3:9. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അപ്പോൾ ഈ കള്ള യഹൂദന്മാരെയും സാത്താന്റെ പള്ളിക്കാരെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ജയിക്കണം. ഇങ്ങനെ ജയിക്കുന്നവനാണ് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുന്നത്. ദൈവത്തിന് മകത്ത്. ഞാൻ കഴിഞ്ഞ ദിവസവും എവിടെയോ പ്രസംഗിച്ചപ്പം പറഞ്ഞു, സ്തോത്രം, പെട്ടകത്തിനകത്ത് 3 കാര്യമാ. മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, ഇടങ്ങഴി, അഹരോന്റെ തളർത്ത വടി, പിന്നെ നിയമത്തിന്റെ കൽപ്പലക. ഈ പേരുശ്ശേരി മത്തായിച്ചൻ എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ വരി ഇങ്ങനെ: പെട്ടകഭൂമത്തിനുൾ നിയമത്തിൻ കൽപ്പലകയും മന്ന, പെട്ടകഭൂമത്തിനുൾ നിയമത്തിൻ കൽപ്പലകയും മന്ന, ഇട്ടുവച്ചിടുന്നൊരു പൊൻപാത്രം അഹരോൻ തളിർത്ത വടി, ഇട്ടുവച്ചിടുന്നൊരു പൊൻപാത്രം അഹരോൻ തളിർത്ത വടി, ഒട്ടു വളരെ കനകം കൊടുത്താലും കിട്ടാത്ത മർമ്മങ്ങൾ പെട്ടിയിൽ കാണുന്നു. എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ. 3 കാര്യമാണ് പെട്ടകത്തിനകത്ത്. മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളർത്ത വടി, നിയമത്തിന്റെ കൽപ്പലക. മരുഭൂമി യാത്രയെല്ലാം കഴിഞ്ഞ് ദൈവാലയമൊക്കെ സമാഗമന കൂടാരമൊക്കെ പണിതു, പെട്ടകമൊക്കെ കൊണ്ട് സ്ഥാപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ശലോമോൻ ദൈവാലയം പണിത്, ദൈവത്തിന് മഹത്വം, കാര്യങ്ങളെല്ലാം പ്രതിഷ്ഠയെല്ലാം നടത്തി പെട്ടക ഓടോട്ട് കൊണ്ടുവച്ച് നോക്കിയപ്പം പെട്ടകത്തിനകത്ത് മന്ന ഇല്ല. 2 പലക ഇരിപ്പുണ്ട്. വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 9. വായിരു.
ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പകൾ അല്ലാതെ മോശെ ഹോരേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പകൾ അല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. വടിയില്ല, മന്നായുമില്ല. പിന്നെ ചുമ്മാ ഇത് പൊക്കിക്കൊണ്ട് നടക്കുക. അതാ പറഞ്ഞ മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ കൊടുക്കുമെന്ന്. എനിക്ക് അത് പ്രസംഗിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 1.5 മണിക്കൂറൂടെ വേണം. ഞാനിപ്പോൾ അങ്ങ് നിർത്തുക. കാരണം അതിനകത്തിൻ്റെ ആഴത്ത് ചിലർ ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പള്ളിയൊക്കെ വലുതായിട്ട് പണിത് ഭയങ്കരം കെടികെട്ടിയ പള്ളി കണ്ടാൽ ഭയങ്കര കേമമാ, ഭയങ്കര കേമമാ. സിസ്റ്റമൊക്കെ നല്ലതാ. ഭയങ്കര പ്രസംഗിക്കുന്ന ആൾക്കാർ, ഞാൻ എന്നെ കൂടെ പ്രതിയ ഭയങ്കര പ്രസംഗമൊക്കെയാ. പാട്ടും പ്രസംഗവും കൊയറും സിസ്റ്റോ ലൈവും ഭയങ്കര പള്ളിയും AC നല്ല ചെയറ്, ഇത് കഴിഞ്ഞ് ഫുഡ്, അതൊക്കെ എല്ലാം നല്ലതാ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ വേണ്ടത് പെട്ടകത്തിനകത്തില്ല, മന്നായുമില്ല. തടുത്ത വഴി ശുശ്രൂഷയെ കാണിക്കുന്നതാ, അതില്ല. മന്ന ക്രിസ്തുവിനും ദൈവത്തിന്റെ വചനത്തിനും നിഴലാ, ഉപദേശമൊന്നുമില്ലെന്ന്. എന്റെ ഭാഷ പറഞ്ഞ ഓളമുണ്ട്, ആളുണ്ട്, മേളമുണ്ട്, ബഹളമുണ്ട്. സ്തോത്രം. എന്തുവാ ഈ സമയം? 9:30 ആയോ? 9:15. നിർത്തട്ടെ? അതോ 9:30 നിർത്തണോ? നിങ്ങൾ വാ തുറന്ന് എന്തേലും പറ. എന്നാ നിർത്തിയേക്കാം, മതി. 9:30യോ? അതങ്ങ് പറ. ഇല്ല ഞാനും വിഷമിക്കുക. ദൂരെ പോകേണ്ടവരൊക്കെ ഉണ്ട്, അവർക്ക് വണ്ടി കിട്ടുമോ? ഇല്ല ഇപ്പം അങ്ങ് നിർത്തിയേക്കാം. അയ്യോ, അതുങ്ങൾ പാവത്തങ്ങളെല്ലാം പോകേണ്ടതാ. പിന്നെ പോകുമ്പോൾ ചിലരെന്നെ പ്രാകും. ആ കാലം കാരണമാ വണ്ടി കിട്ടാതെ. വെറുതെ എന്തിനാ പ്രാഗ് മേടിക്കണം? എന്നാ 9:30. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേണ്ടത് പെട്ടകത്തിനകത്തില്ലെന്ന് 2 പലക ഇരിപ്പുണ്ട്. അത് ആദ്യത്തതും അല്ല. അതങ്ങേർക്ക് മൂപ്പിലേക്ക് അരിശം കയറിയപ്പം ആ പലക ദൈവത്തിന്റെ പലകയും അതിലെ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുവാ. പിന്നെ തമ്പുരാൻ പറഞ്ഞു നീ 2 ചെത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ വന്ന് പെട്ടകത്തിനകത്ത് പള്ളിയൊക്കെ വലുതാ. പ്രാർത്ഥിക്കുമ്പോ പുകയൊക്കെ ഇറങ്ങുന്നുണ്ട്. പുക മഹാപുരോഹിതന്റെ വേഷമൊക്കെ കേമമാണ്. ഭയങ്കര കടലൊക്കെ പണിതിട്ടിരിക്കുക. 12 കാളയുടെ പുറത്ത് തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും 3 കാളയെ വെച്ച് അതിന്റെ പൃഷ്ഠഭാഗം അകത്തോട്ടും മുഖഭാഗം വെളിയിലോട്ടുമായി 4 ദിശയിലേക്കും മുഖവും. അതിന് പുറത്ത് വലിയ വാർപ്പ് പണിത് വെച്ച് ഇത്ര ബെത്ത് വെള്ളം, ഭയങ്കര വെള്ളം. അതൊക്കെ അകത്തൂടെ ചാടി കാളയുടെ വായിക്കൂടെ അതൊക്കെ ഫോട്ടോ എടുത്ത് പിന്നെ വാട്സപ്പിനകത്ത് ഭയങ്കര നിലവിളക്കൊക്കെ ഉണ്ട്. ഭയങ്കര നിലവിളക്ക്. പക്ഷെ പെട്ടകത്തിനകത്ത് വേണ്ടതില്ല. പള്ളിയൊക്കെ പണിത് ക്രമീകരിച്ചപ്പോ പെട്ടകത്തിനകത്ത് മന്നായുമില്ല, തളിർത്ത വടിയില്ല. എന്റെ ഭാഷ പറഞ്ഞ ആണുങ്ങൾ അടിച്ചോണ്ട് പോയി. അടിച്ചോണ്ട് പോകാനൊക്കെ ചരിത്രം പറയുന്നത് ശലോമോൻ കാരണമാണെന്നാ പറയുന്നത്. ഇയാള് ഓൾറെഡി ഒരു ആളെ കെട്ടിയതാ മിസ്രൈമിൽ നിന്ന്. പിന്നെ പുള്ളി കൂടെ അങ്ങ് കെട്ടുകയായിരുന്നു. പുള്ളിക്ക് വിവാഹ ശുശ്രൂഷ മാത്രമേ വായിച്ചേ 11 നമ്മെ സമയം പോയാലും അതുകൂടെ വായിക്കാം. അല്ല അവന്റെ കാര്യം കേട്ടേച്ച് പോവാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11:1 മുതൽ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ, അത് ഓൾറെഡി കെട്ടിയതാ. ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യര്, അമ്മോന്യര്,
ഏദോമ്യര്, സീദോന്യര്, ഹിത്യര് എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. എല്ലാത്തിനെയും സ്നേഹിച്ചങ്ങോണ്ട് പുള്ളി വിവാഹ ശുശ്രൂഷയാണ്. അതിനെ പുള്ളിയെ കൊള്ളുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വന്നത് വേറൊരു തള്ള ഈ പുള്ളിയുടെ ചരിത്രമെല്ലാം കേട്ട് കാണാൻ വന്നു. ശേവാരാഞ്ഞി, അവിടൊക്കെ ഒരു പദമുണ്ട്, ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ വിവാദമാക്കുന്നത്. അവള് ചോദിച്ചതെല്ലാം കൊടുത്തെന്ന. ദൈവം വേറൊരു കാര്യം പറഞ്ഞതാണ്. ദൈവത്തിന് മഹത്വം. വെറുതെ എന്തിനാ, നമുക്ക് നിർത്തിയേക്കാം, അതാണ് നല്ലത്. അത് ഞാൻ പറഞ്ഞ ചരിത്രമാണ്. അതെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജയിക്കുന്നവർക്ക് ഒടുക്കുന്നതാണ് മറഞ്ഞിരിക്കുന്ന മന്ന. ഒറ്റ വാക്കി പറഞ്ഞു നിർത്ത, മന്ന യേശു ക്രിസ്തുവിനും വചനത്തിനും നിഴല. ഈ മന്ന ക്രിസ്തുവേശുവിന് നിഴല. അത് പറയാൻ കാര്യം, മന്ന മുകളിൽ നിന്ന് വന്നതാ, ഉയരത്തിൽ നിന്ന് വന്നതാ. മന്ന ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. മന്ന യേശുവിന് നിഴല. രണ്ട്, മന്നയുടെ പ്രത്യേകത ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പറയാ, ഇത് ചെറുതാ മന്ന, വളരെ ചെറുതാ എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. ഈ അഖിലാണ്ടങ്ങളെ നിർമ്മിച്ചവൻ, അണ്ടകടാകത്തെ നിർമ്മിച്ചവൻ, നക്ഷത്രങ്ങളെ വാരി വിതറിയവൻ, തെക്കേ മണ്ഡലത്തിലെ നക്ഷത്രങ്ങളെയൊക്കെ മുദ്രയിട്ട് വെച്ചിരിക്കുന്നവൻ, കോടി കോടി നക്ഷത്രങ്ങൾ കൂട്ടിമുട്ടാതെ അതെല്ലാം കൃത്യത്തിൽ നിന്ന് കറങ്ങുകയും ചരിക്കുകയും ചെയ്യുന്നു. ഭൂമിയേക്കാൾ വലിപ്പമുള്ള എത്ര ഗോളങ്ങൾ നമ്മുടെ ദൈവമത്രേ ഈ അമ്പലത്തിൽ നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്നു. ഭൂഗോളം, ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവേ 25,000 പരീണാകം, ചന്ദ്രൻ 2,38,000 അകലം ചുറ്റുന്ന ആ പ്രേക്ഷകർ എണ്ണീട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായി 60 കോടി. അന്ന് പൂവിലും മടങ്ങഴും പാവൻ ബൃഹസ്പതി എന്ന് പറഞ്ഞതൊക്കെ ചിന്തിച്ചാൽ അസുഖമുണ്ടാകും. ഈ കാണുന്ന അണ്ടകടാകത്തെ ബ്രഹ്മാണ്ടം, കോടിടാണ്ടം, പ്രകടിത ഘടകം, തൽപ്പലാണ്ടം, തൃണാണ്ടം, ഡംബം, ഡംബണ്ടിംബാഡിംബം. അപ്പൊ ഈ കാണുന്ന അണ്ടകടാകം, ബ്രഹ്മാണ്ട, കോടിടാണ്ടം, നക്ഷത്രമണ്ഡലങ്ങൾ, ഈ കാണുന്ന സകല ഭൂചര ഗജര വസ്തുക്കളെയും ഒക്കെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, വലിയവനായ ദൈവം. അന്തം വിട്ടുപോകുക ഈ അണ്ടകടാകത്തെ പറ്റി ചിന്തിച്ചാൽ. അതിലെ ഒരു ചെറിയ പൊട്ട് പോലെ ആ ഭൂമി, ആ ഭൂമി ചെറിയ പൊട്ട് പോലെ മറ്റ് ഗോളത്തിൽ നിന്ന് നോക്കിയാൽ ഒരു പൊട്ട്. ആ പൊട്ടിനകത്ത് എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് അറിയാം, 4/3 ഭാഗവും വെള്ളമാണ്, കര ഇച്ചിരേ ഉള്ളൂ. ആ കരയിൽ തന്നെ ഒരു ചെറിയ ഒരു പൊട്ട് പോലുള്ള സ്ഥലമാണ് പാലസ്തീൻ. ആ ചെറിയ പൊട്ട് പോലുള്ള പലസ്തീൻ ഏതാണ്ട് കൊല്ലം ജില്ലയുടെ ഒക്കെ വലിപ്പം വരുമെന്ന. അതിനകത്ത് ഒരു ചെറിയ ഗ്രാമമാണ് നസറേത്ത്. അതിലൊരു ചെറിയ വീടാണ് മറിയത്തിന്റെ വീട്. ആ മറിയം എന്ന് പറഞ്ഞ ഒരു ചെറിയ സഹോദരി 6 അടി പൊക്കം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉടക്കുണ്ടാക്കാതിരിക്കാൻ 6 അടി ആയിക്കോട്ടെ, ഉടക്ക് വേണ്ട. 6 അടി പൊക്കത്തിൽ സാധാരണ നാടൻ ഭാഷയിൽ ഒരു കണക്കുണ്ട്, ഒരു ചാൺ വയറ്. ഇതിനകത്ത് ഒരു ചെറിയ ഗർഭപാത്രം. ആ ഗർഭപാത്രത്തിൽ ഈ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച വലിയവനായ ദൈവം ചെറുതായി വന്ന് ആ മാന്യ സഹോദരന്റെ ഉദരത്തിൽ ഉരുവായി. എന്തിനാണെന്നറിയാമോ? എന്നെയും നിന്നെയും രക്ഷിക്കാൻ, എനിക്ക് നിനക്ക് വേണ്ടി ജീവനെ തരുവാൻ, എനിക്ക് നിനക്ക് വേണ്ടി അവന്റെ പ്രാണനെ തരുവാൻ, നമുക്ക് വേണ്ടി ചെറുതായി തീർന്ന വലിയവനായ ദൈവത്തെ കാണിക്കുന്നത് ആ മന്ന. പ്രൈസ് ദി ലോർഡ്. ആ മന്ന നമുക്ക് തരും, ഒരു ദിവസം തരുമെന്നായി പറഞ്ഞത്. മന്നായുടെ വേറൊരു പ്രത്യേകത കൂടെ പറയാൻ വിവരിക്കുന്നില്ല. മന്ന രാത്രിയിലാ പൊഴിയുന്നത്. അതിരാവിലെ കൂടാരവാതിൽ തുറക്കുമ്പോൾ വാതൊക്കെ കിടപ്പുണ്ട് മന്ന എന്ന് പറഞ്ഞാൽ, രക്ഷ തേടി നീ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒന്നും പോകണ്ട, നിന്റെ വാതുക്കലുണ്ട് രക്ഷ. രക്ഷ തപ്പി കിഴക്കോട്ട് പോകണ്ട, ഒത്തിരി കിഴക്കോട്ട് പോകാതിരിക്കുന്നതാ
നല്ലത് പടിഞ്ഞാട്ടും പോകണ്ട, തെക്കോട്ടും അടിക്കണ്ട. ചില പറയില്ലേ തെക്കോട്ട് എടുക്കുമെന്ന്. വേണ്ട വേണ്ട, തെക്കോട്ടൊന്നും എടുക്കണ്ട. തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും ഒന്ന് നീ രക്ഷ തപ്പി പോകണ്ട. രക്ഷ നിന്റെ വാതുക്കല. ഇത് സുപ്രസാദ കാലമാ, ഇത് രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി നിന്റെ വാതുക്കൽ, ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് വേണം ഇവിടം വിട്ട് മടങ്ങിപ്പോകാൻ. ഈ മന്ന യേശു ക്രിസ്തുവിന് നടല. ഈ മറഞ്ഞിരിക്കുന്ന മന്ന ഒരു ദിവസം നമുക്ക് തരും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. സമയം പോയത് കൊണ്ട് ഞാനങ്ങ് നിർത്തുക. ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 വരി നമുക്ക് കൈയടിച്ചൊന്ന് പാടാ. എന്നു നീ വന്നിടും എന്റെ മണവാള, നിന്നെ കണ്ടു ഞാൻ എന്റെ ആശ തീർക്കുവാൻ, ഞാൻ എന്റെ ആശ തീർക്കുവാൻ